കോമ്പോസിഷൻ സ്കീമിന്റെ സിനോപ്സിസ് ഇത്ര നന്നായിട്ടാണ് അറിയാതെ എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം ഈ ചാപ്റ്റർ എഴുതിയാൽ വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്രയും നേരം പഠിപ്പിച്ച് വീണ്ടും പ്രശ്നം പറയുകയാണ്. കോമ്പോസിഷൻ സ്കീം മാൻഡേറ്ററി ആണോ? 1.5 കോടി വരെ ടേൺ ഓവറിലാണ് നിർബന്ധമായിട്ടും കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോകണമെന്നുണ്ടോ? ഇല്ല, ഇത് ഓപ്ഷനിലാണ്. കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്ഷണൽ ആണ്. സപ്ലയർ ഓഫ് ഗുഡ്സ് മേ സപ്ലൈ സർവീസ്. ഒരു സപ്ലയർ ഓഫ് ഗുഡ്സിന് മാത്രമേ പറ്റുള്ളൂ, ഇയാൾ സർവീസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അയാളുടെ ടേൺ ഓവറിന്റെ 10% അല്ലെങ്കിൽ 5 ലക്ഷം ഏതാണോ കൂടുതൽ അത്രയും സർവീസ് കൊടുക്കാം. ദെൻ എല്ലാ സപ്ലൈസും എന്തായിരിക്കണം? ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ് ആയിരിക്കണം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ കോമ്പോസിഷൻ ലെവി സ്കീം ചെയ്യാൻ പാടില്ല. ദെൻ കനോട്ട് കളക്ട് GST. ഇയാൾക്ക് GST കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇയാൾ ബില്ല് ഇഷ്യൂ ചെയ്യണോ? ബില്ല് ഇഷ്യൂ ചെയ്യണം. ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യണം. ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇയാൾക്ക് ITC കിട്ടുമോ? കിട്ടത്തില്ല. ദെൻ സ്കീം എന്നാണ് ഇല്ലാണ്ടാകുന്നത്? എന്നാണോ ടേൺ ഓവർ എക്സീഡ് ചെയ്യുന്നത് അന്ന് മുതൽ ഇയാൾക്ക് ഈ സ്കീം അപ്ലിക്കബിൾ അല്ല. ദെൻ പിന്നെ ഇയാൾക്ക് എന്താണ്? ഇത് പാൻ ബേസ്ഡ് ആണ്. അതിന്റെ അർത്ഥം ഒരു പാൻ നമ്പറിന്റെ കീഴിൽ എത്ര GST നമ്പർ ഉണ്ടോ അതിൽ ഏതെങ്കിലും ഒരു GST നമ്പർ കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോയാൽ എല്ലാ GST നമ്പറും എന്തായിട്ട് മാറും? കോമ്പോസിഷൻ ലെവി സ്കീമിലാവും. ദെൻ ആർക്ക് പറ്റില്ല? റിവേഴ്സ് ചാർജ് പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറ്റത്തില്ല. ദെൻ കസ്റ്റമർക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദെൻ മാനുഫാക്ചറേഴ്സ് എലിജിബിൾ എക്സെപ്റ്റ് നോട്ടിഫൈഡ് ഗുഡ്സ്. നോക്കൂ, ഇയാൾക്ക് എലിജിബിൾ അല്ല, കസ്റ്റമർക്കും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 2 കാര്യങ്ങൾ അത് പറഞ്ഞേ, ഒരേ കാര്യമല്ല പറയണേ. ഞാനൊരു കോമ്പോസിഷൻ ടാക്സ് പെയർ ആണ്. എന്നിൽ നിന്നും ആരെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നോൺ ടാക്സബിൾ സാധനമായിട്ടാണ് കണക്കാക്കുക. ആ സാധനത്തിന് മുകളിൽ ആ വാങ്ങിയ ആൾക്ക് ITC ക്ലെയിം, എനിക്കും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്നിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ITC ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ 1% ടാക്സ് അടയ്ക്കുന്നില്ലേ സാർ? ഇല്ല. ആ 1% നിങ്ങളല്ല അടയ്ക്കുന്നത്. ആരാ അടയ്ക്കുന്നത്? ആ സെല്ലറാണ് അടയ്ക്കുന്നത്. സർവീസ് പ്രൊവൈഡർ, ഗുഡ് സെല്ലറാണ് അടയ്ക്കുന്നത്. അതൊരിക്കലും നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതല്ല. അത് നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കും അയാളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദെൻ മാനുഫാക്ചറേഴ്സിന് കോമ്പോസിഷൻ ലെവി സ്കീം ഉണ്ടോ? മാനുഫാക്ചറേഴ്സിന് ഉണ്ട്. നോട്ടിഫൈഡ് ഗുഡ്സ് അല്ലാത്ത സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ ലെവി സ്കീം ഉണ്ട്. ഇവരുടെ ക്വാർട്ടർലി റിട്ടേൺ എന്താണ്? GSTR4. അതുവരെ പറയാത്താണ്. GSTR4 ആണ് ഇവരുടെ ക്വാർട്ടർലി റിട്ടേൺ. ഇവർക്ക് മന്ത്ലി റിട്ടേൺ ഒന്നും വേണ്ട. വൺസ് ഇൻ 3 months അവർ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഏതൊക്കെ ഫോംസ് ആണുള്ളത്? CMP01. എന്താ CMP01? മൈഗ്രേറ്റഡ് ഡീലർ ഓപ്റ്റിംഗ് കോമ്പോസിഷൻ അല്ലേ? അങ്ങനല്ലേ? പിന്നെ അടുത്തത് എന്താണ്? CMP02 റെഗുലർ രജിസ്റ്റേർഡ് പേഴ്സൺ ഓപ്റ്റിംഗ് കോമ്പോസിഷൻ. CMP03 സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഫോർ ഓപ്റ്റിംഗ്. നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട സ്റ്റോക്ക് ഡീറ്റെയിൽസിന്റെ. CMP04 എനിക്ക് കോമ്പോസിഷൻ വേണ്ട എന്ന് പറയുന്നത്. CMP05 ഷോക്കോസ് നോട്ടീസ്. CMP06 റിപ്ലൈ ടു ഷോക്കോസ് നോട്ടീസ്. എത്ര ദിവസം? 15 ദിവസം. ദെൻ CMP07 ഓർഡർ ആക്സെപ്റ്റൻസ് ഓഫ് ഡിനയൽ. എത്ര ദിവസം? 30 days. സാറില്ല. XYZ Limited, a manufacturing concern, had affected intrastate taxable supply of rupees 20 lakhs and interstate taxable supply of 25 lakhs in financial year 22-23. XYZ എന്ന് പറയുന്ന ഒരു കമ്പനി, ഇവര് എന്ത് ചെയ്യുന്നു? ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണ്. അവര് ഇൻട്രാസ്റ്റേറ്റ് ആയിട്ട് 20 ലക്ഷവും ആൻഡ് ഇന്റർസ്റ്റേറ്റ് ആയിട്ട് 25 ലക്ഷവും വോള്യം ചെയ്തു. കമ്പനിക്ക് കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്യണമെന്നുണ്ട്. അവർക്ക് കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്റർസ്റ്റേറ്റ് outward supply. As per provision section 10, a manufacturer can option for composition scheme if he is not engaged in making any interstate outward supply goods. In this case, XYZ has affected interstate taxable supply of goods, hence it cannot opt for composition. എന്നാൽ അർത്ഥം ഇവര് ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് പറ്റില്ല? കോമ്പോസിഷൻ പറ്റില്ല. കാരണം 20 ലക്ഷം ഇന്റർസ്റ്റേറ്റും 25 ലക്ഷം ഇൻട്രാസ്റ്റേറ്റും ആണ്. അപ്പൊ എന്താണ് ഉണ്ടാവുന്നത്? he is regularly doing interstate trade. അയാൾക്ക് ഒരിക്കലും എന്ത് പറ്റില്ല? കോമ്പോസിഷൻ ലെവി സ്കീം പറ്റത്തില്ല. Then a retailer who keeps no inventories presents the following expected information
ഫ്രം ഫോർ ദ ഇയർ. ഇയാള് ഒരു ഇൻവെന്ററിയും സൂക്ഷിക്കാത്ത ആളാണ്. ഈ ഒരു റീറ്റെയിലർ ഉണ്ട്, അയാളത് ഇൻവെന്ററി ഇല്ല. എന്താണ്, ഒരു ഡീറ്റെയിൽസോ ഇല്ല ഇൻവെന്ററിയുടെ, സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻവോയ്സോ ഡോക്യുമെന്റ്സോ ഒന്നുമില്ല അയാളുടെ അടുത്ത്. ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ പ്രസൻസ് ഓഫ് ഫോളോയിങ് എക്സ്പെക്ടഡ് ഇൻഫർമേഷൻ, ഇയാൾ ഒരു അസംഷൻ വെച്ചിട്ട് താഴെ പറയുന്ന ഇൻഫർമേഷൻ തരുന്നു. പർച്ചേസസ് 50 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. GST 5% കൂടെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ 5% GSTയും കൊടുത്തിട്ടുണ്ടാകാം. സെയിൽസ് ഫോർ ഫിക്സഡ് സെല്ലിംഗ് പ്രൈസ് ഇൻക്ലൂസീവ് ഓഫ് ആൾ ടാക്സസ്, അയാൾ മാക്സിമം 60 ലക്ഷം രൂപയ്ക്ക് അത് വിറ്റിട്ടുണ്ടാകാം. അയാൾ GST പെർസെന്റേജ് 5% എന്ന് പറയുന്നു. എന്താ പറഞ്ഞത്, ഇയാളത് കണക്കുകളൊന്നുമില്ല, രേഖകളൊന്നുമില്ല. ഇയാള് 5% ടാക്സ് ഉള്ള 50 ലക്ഷം രൂപയുടെ സാധനം, ടാക്സ് കൂട്ടാതെയുള്ള 50 ലക്ഷം രൂപയുടെ സാധനം വാങ്ങി 60 ലക്ഷം രൂപ പ്ലസ് ടാക്സ് അയാൾ വിറ്റിട്ടുണ്ട് എന്ന് അയാൾ അസ്യൂം ചെയ്യുകയാണ്. അത് ടാക്സ് എത്രയാ, അതും ബൈയിങ് ടാക്സും സെല്ലിംഗ് ടാക്സും 5% ആണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, ഡിസ്കസ് വെദർ ഹി ഷുഡ് ഓപ്റ്റ് ഫോർ, ഇയാള് കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോകണമോ? ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇയാള് കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോകണമോ എന്ന് നമ്മളോട് ചോദിക്കുന്നു. ദെൻ സ്കീം ഇഫ് കോമ്പോസിറ്റ് ടാക്സ് ഈസ് 1% ടേൺ ഓവർ, ഇയാൾക്ക് കോമ്പോസിറ്റ് ടാക്സ് 1% ആണ്. അപ്പൊ 1% കോമ്പോസിഷൻ ടാക്സ് ഉള്ള സ്കീമിലേക്ക് ഇയാൾ പോകേണ്ടതുണ്ടോ? കാരണം 50 ലക്ഷം അയാൾക്ക് പോവാം. എക്സ്പെൻസസ് ഓഫ് കീപ്പിംഗ് ഡീറ്റെയിൽഡ് സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ്സ്, ഇതിനു വേണ്ടി അയാൾ റെക്കോർഡുകൾ സൂക്ഷിക്കുകയാണെങ്കിൽ 1,20,000 രൂപ അയാൾക്ക് റെക്കോർഡുകൾ സൂക്ഷിക്കാൻ വേണ്ടി വരും. ഇയാൾക്ക് വിച്ച് ഷാൽ ഗെറ്റ് റെഡ്യൂസ് ടു 50,000 ഇഫ് കോമ്പോസിഷൻ സ്കീം ഈസ് ഓപ്റ്റഡ് ഫോർ. പക്ഷേ അതെന്തായിരിക്കും, അയാള് കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോവുകയാണെങ്കിൽ അത് 50,000 ആയിട്ട് കുറയും. അതിനർത്ഥം കോമ്പോസിഷൻ ലെവി സ്കീം അല്ലെങ്കിൽ 1,20,000 രൂപ അയാൾക്ക് ചെലവാകും. കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോവുകയാണെങ്കിൽ 70,000 ഉറുപ്പ്യ കുറഞ്ഞ് 50,000 രൂപയായിരിക്കും ചെലവ്. മറ്റുള്ള എക്സ്പെൻസസ് എത്രയാണ്, 3 lakh rupees ആണ്. അപ്പൊ നമ്മൾ ഒരു വരയ്ക്കണം, പേപ്പറിൽ വരയ്ക്കണം. അതായത് കോമ്പോസിഷൻ ലെവി സ്കീമും നോർമൽ സ്കീമും തമ്മിലുള്ള അയാളുടെ ബെനിഫിറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പൊ എന്താ ഉദ്ദേശം മനസ്സിലായേ? 50 ലക്ഷം രൂപയുടെ സാധനം വാങ്ങുന്ന ഒരാൾ 60 ലക്ഷം രൂപയ്ക്ക് ഈ സാധനം വിൽക്കുന്നു. ഇയാൾ നമ്മളോട് ചോദിക്കുന്നത്, ഇയാൾ ഇപ്പൊ നോർമൽ ടാക്സ് സിസ്റ്റത്തിലാണെങ്കിൽ 5% ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇയാള് 1% ടാക്സ് ഉള്ള ഒരു കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നോർമൽ സിസ്റ്റത്തിലാണെങ്കിൽ അയാൾ GSTക്ക് വേണ്ടി, GSTയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി 1,20,000 രൂപ ഒരു വർഷം ചെലവാക്കണം. എന്നാൽ അത് കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോവുകയാണെങ്കിൽ 50,000 രൂപ ചെലവാക്കിയാൽ മതി. മറ്റുള്ള എക്സ്പെൻസസ് അയാൾക്ക് 3 ലക്ഷം രൂപ വരും. ഇതാണ് ഡാറ്റ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്താണ്, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, എത്ര രൂപയുടെ സാധനം വിറ്റു. നമ്മൾ സാധാരണ വിൽക്കുകയാണെങ്കിൽ GST റെജിമിലാണെങ്കിൽ 50 ലക്ഷം രൂപയുടെ സാധനം വിൽക്കും. നമ്മൾ കൊടുത്ത ടാക്സ് നമ്മൾ ITC ക്ലെയിം ചെയ്യില്ലേ, അപ്പൊ റിയൽ വാല്യൂ എത്രയാ, 50 ലക്ഷം. കോമ്പോസിഷൻ ലെവി സ്കീം ആണെങ്കിലോ അയാൾക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അയാൾക്ക് 52,50,000 കൊടുക്കണം. 5% ടാക്സും കൂടെ കൊടുക്കണ്ടേ? അതായത് 50 ലക്ഷം രൂപയുടെ സാധനം വാങ്ങുന്നു, 5% ടാക്സ്. അപ്പൊ 2,50,000 അതിന്റെ ടാക്സ്. കറക്റ്റ്. അപ്പൊ 52,50,000 ഉറുപ്പ്യ. നോർമൽ റെജിമിലാണെങ്കിൽ ഈ 2,50,000 ഞാൻ എന്ത് ചെയ്യും, ITC ക്ലെയിം ചെയ്യും. എനിക്കത് ചെലവല്ല, കാരണം അത് വിൽക്കുമ്പോൾ എനിക്കത് ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് എത്ര ടോട്ടൽ വാല്യൂ സാധനത്തിന് വരുന്നത്, 50 ലക്ഷം ഉറുപ്പ്യ. അതേസമയം കോമ്പോസിഷൻ ലെവിയിലാണെങ്കിലോ എനിക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. 52,50,000 rupees എന്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കണ്ടേ? അപ്പൊ എന്റെ ചെലവ് എത്രയാണ്? മനസ്സിലായോ? ഈ ലോജിക്ക് മനസ്സിലായോ? ഈ ലോജിക്ക് മനസ്സിലായാലേ മുമ്പിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. നോർമൽ ടാക്സ് പെയർ ആണെങ്കിൽ 50 ലക്ഷത്തിന്റെ സാധനത്തിന് 2.5 ലക്ഷം രൂപ ടാക്സ് കൊടുക്കണം. പക്ഷേ ഈ 2.5 ലക്ഷം രൂപ ടാക്സ് അയാള് സാധനങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ടാക്സിൽ നിന്ന് കുറയ്ക്കാവുന്നതാണ്. അപ്പൊ അയാൾ റിയൽ കോസ്റ്റ് എത്രയാ, 50 ലക്ഷം രൂപ. കറക്റ്റ് അല്ലേ? അതേസമയം ഇയാൾ കോമ്പോസിഷൻ ലെവി സ്കീമിലാണെങ്കിലോ 50 ലക്ഷം രൂപയുടെ സാധനത്തിന് 5% ടാക്സ് കൊടുക്കണം. ഈ ടാക്സ് അയാൾക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ല. അപ്പൊ അയാളുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാ, 52,50,000. ഇസ് ഇറ്റ് ക്ലിയർ നൗ? ഓക്കെ. Now if it is that case, എത്രയാണ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ്? 1,20,000 രൂപ നോർമൽ സിസ്റ്റത്തില്. അതേസമയം അത് എത്രയായിട്ട് കുറയും, 50,000 ആയിട്ട് കുറയും. ദെൻ നോർമൽ എക്സ്പെൻസ് എത്രയാ, 3 ലക്ഷം. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എത്രയാ നിങ്ങൾക്ക് വരുന്നത്? നോർമൽ സിസ്റ്റത്തില് 54,20,000, 50 ലക്ഷം പ്ലസ് 1,20,000 പ്ലസ് 3 ലക്ഷം, 54,20,000 രൂപയാണ് ഈ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി അയാൾക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ്. 50 ലക്ഷം രൂപയുടെ സാധനം വിൽക്കാൻ വേണ്ടി അയാൾക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 54,20,000. 4 ലക്ഷത്തിന് അഡീഷണൽ വരുന്നുണ്ട്. അടുത്തത് കോമ്പോസിഷൻ ലെവി സ്കീമിലാണെങ്കിൽ നമ്മുടെ സാധനങ്ങളുടെ വില എത്രയാണ്? 52 ലക്ഷം. എത്രയാണ് കോസ്റ്റ്?
റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ 50,000. നോർമൽ കോസ്റ്റ് നോർമൽ ആണ് 3 ലക്ഷം. സോ എത്രയായി? 56 ലക്ഷമായി. എത്രയായി? 56 lakhs ആയി. ദെൻ സെയിൽസ് എത്രയാ? സെയില് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ കോമ്പോസിഷൻ കാരനെ? ഇല്ല. നോർമൽ കാരനോ? ടാക്സ് കളക്ട് ചെയ്താൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ITC ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ടാക്സ് അയാൾ വരുമാനമാണോ? അല്ല. അപ്പൊ എത്രയായി? 60 ലക്ഷത്തിന് നോർമൽ കാരനും 60 ലക്ഷത്തിന് വിൽക്കാൻ പറ്റുള്ളൂ, കോമ്പോസിഷൻ കാരനും 60 ലക്ഷത്തിന് വിൽക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അല്ലേ? ആലോചിച്ചിട്ട് വേണം. അതുകൊണ്ടാണ് ക്ലിയർ ആണോ ചോദിക്കണത്. നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടെങ്കിൽ കൊണ്ട് പോകണ്ട. കാരണം വെച്ചാൽ 60 ലക്ഷത്തിന് വിൽക്കുന്ന നോർമൽ കാരന് 62,50,000 വിൽക്കും. പക്ഷെ അയാൾ എന്ത് ചെയ്യും? മറ്റേ 2,50,000 അവിടെ ക്ലെയിം ചെയ്യും. വാങ്ങിയ ടാക്സ് കൊടുത്ത ടാക്സ് വാങ്ങിയെന്നുള്ളൂ. അപ്പൊ അയാൾക്ക് വരവും ചെലവൊന്നുമില്ല. അപ്പൊ 50 ലക്ഷത്തിന് വാങ്ങി 60 ലക്ഷത്തിന് വിറ്റു എന്നാണ് നോർമൽ കാരൻ പറയാം. എന്നാൽ മറ്റാൾ എന്താ പറയാ? 52 ലക്ഷത്തിന് 50,000 വാങ്ങി, പക്ഷെ അയാൾക്ക് എത്രയ്ക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ? അയാൾക്ക് 60 ലക്ഷത്തിന് വിൽക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് കിട്ടുമോ? ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അയാളുടെ കോസ്റ്റ് കൂടി. നോർമൽ കാരന് 2.5 ലക്ഷം കോസ്റ്റ് കൂടിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കേട്ടോ. അപ്പൊ 60 ലക്ഷം. ഇനി ലെസ് GST എത്രയാണ്? 60 ലക്ഷത്തിന് 5%. 60 ലക്ഷം എന്ന് പറയുന്നത് എത്രയാണ്? ഈസിക്കൽ ടു 5 divided by 105. അതെങ്ങനെ മനസ്സിലാക്കി? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സെയിൽസ് അറ്റ് ഫിക്സഡ് സെല്ലിംഗ് പ്രൈസ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സസ്. അപ്പൊ 60 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? 5% കൂട്ടിയ എമൗണ്ട് ആണ്. അപ്പൊ 60 ലക്ഷം ഇസിക്കൽ ടു 105%. സോ അതിന്റെ 100% കണ്ടെത്തണം. എത്രയാ? 2,85,714 ഇയാളുടെ ടാക്സ്. ദെൻ മറ്റേ ആൾക്കാണെങ്കിലോ 1% ടാക്സ് അടക്കണം. 60 ലക്ഷത്തിന്റെ എത്ര അടക്കേണ്ടത്? 60,000 ടാക്സ്. സോ സെയിൽസ് എത്രയാണ്? 60 ലക്ഷം മൈനസ് 2,85,714 57,14,286. അതേസമയം കോമ്പോസിഷൻ ടാക്സ് പരിധി എത്രയാണ്? 59,40,000. പ്രോഫിറ്റ് അവരുടെ ഡീലർക്കുള്ള ലാഭം എത്രയാണ്? ലാഭം എന്ന് പറയുന്നത് വാങ്ങിയ വില മൈനസ് വിറ്റ വില 2,94,286. നോർമൽ സിസ്റ്റത്തിലും കോമ്പോസിഷൻ സിസ്റ്റത്തില് 3,40,000. അപ്പൊ ഏതാ ചെയ്യേണ്ടത്? ഇയാൾ കോമ്പോസിഷന് പോവേണ്ടതാണ്. ഒന്നുകൂടി നോക്കാട്ടാ. ഒരു പ്രാവശ്യം ചെയ്യണേ നമ്മളിത്. It is apparent that while the cost to ultimate customer in both the case remains same, the profit of the dealer is higher if the dealer opt for composition system. നമ്മുടെ കണക്ക് ഒന്നുകൂടി വായിക്കുകയാണ്. ശ്രദ്ധിച്ചോ, മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി പോകണം. ഇത് ചോദിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഒരാള് 50 ലക്ഷം രൂപയുടെ സാധനം വാങ്ങുന്നു. അതില് അഡീഷണൽ 5% GST കൊടുത്താണ് വാങ്ങുന്നത്. അയാള് അത് GST അടക്കം 60 ലക്ഷത്തിന് വിൽക്കുന്നു. അയാൾ നോർമൽ സിസ്റ്റത്തിൽ വെക്കുകയാണെങ്കിൽ ഇതിനുള്ള കണക്കുകൾ സൂക്ഷിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് 1,20,000 അയാൾ നോർമൽ കോമ്പോസിഷൻ ലെവിയിലാണെങ്കിൽ ഇതിന്റെ കണക്കുകൾ സൂക്ഷിക്കാനുള്ള ചെലവ് 50,000 രൂപയാണ്. 2 സിസ്റ്റത്തിലാണെങ്കിലും ഈ കമ്പനി നടത്തിക്കൊണ്ടുപോകാനുള്ള ചെലവ് 3 ലക്ഷം രൂപയാണ്. ഇത്രയാണ് ഡാറ്റ നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മൾ നോർമൽ സിസ്റ്റം മാത്രം എടുക്കാം. നമുക്ക് കോമ്പോസിഷൻ രണ്ടാമത് എടുക്കാം. ഇനി നമുക്ക് നോർമൽ മാത്രം ചെയ്യാം. നോർമലിൽ ഇയാൾ സാധനം വാങ്ങുന്നത് എത്ര ലക്ഷം രൂപയ്ക്കാണ്? 50 ലക്ഷം രൂപയ്ക്കാണ് സാധനം വാങ്ങുന്നത്. ഓക്കെ, ഇയാൾ കൊടുക്കുന്ന ടാക്സ് അയാൾ റീകളക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കണക്കാക്കുന്നില്ല. 50 ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങുന്നു. 5% ടാക്സ് എക്സ്ട്രാ ആണ്. നോർമൽ സിസ്റ്റത്തിൽ അയാൾ ആ കോസ്റ്റ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര രൂപ ചെലവായി? 1,20,000 ചെലവായി. മറ്റുള്ള ചെലവുകൾ എത്രയാണ്? 3 ലക്ഷം രൂപ. സോ 50 ലക്ഷം പ്ലസ് 3 ലക്ഷം പ്ലസ് 1,20,000 54,20,000 രൂപയാണ് ഇയാൾക്ക് ടോട്ടൽ ചെലവ് വന്നത്. ഇതിനയാൾ വിറ്റത് എത്രയൊക്കെയാണ്? 60 ലക്ഷത്തിനാണ്. പക്ഷേ 60 ലക്ഷത്തിൽ ടാക്സ് ഉണ്ട്. എത്രയുണ്ട്? ടാക്സ് ഉണ്ട്. അപ്പൊ എത്രയാ ടാക്സ്? 60 ലക്ഷം എന്ന് പറഞ്ഞാല് 60 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എമൗണ്ടിന്റെ 105%. കാരണം 5% ടാക്സ്. അപ്പൊ ഏതോ ഒരു എമൗണ്ട് ഉണ്ട്, എക്സ് എന്ന എമൗണ്ടിന്റെ 105% 60 ലക്ഷം. അപ്പൊ എങ്ങനെയാ 100% കണ്ടെത്തുക? 60 ലക്ഷം ഡിവൈഡഡ് ബൈ 105 ഇൻറ്റു 5 കണക്കാക്കിയാൽ ടാക്സ് കിട്ടും. ഇൻറ്റു 100 കണക്കാക്കിയാൽ ആ എമൗണ്ട് കിട്ടും. അപ്പൊ ടാക്സ് കിട്ടി. എത്രയാ കിട്ടിയ? 5% എന്ന് പറഞ്ഞാല് 2,85,714 രൂപ. കാൽക്കുലേറ്റ് നോക്കിയേ, മൊബൈൽ എടുത്തത് കറക്റ്റ് അല്ലേ നോക്കിയേ. വിശ്വസിക്കാനൊന്നും പറ്റൂല. ഇത് ICICI ടെക്സ്റ്റ് ബുക്കാണ്. സോറി 60 ലക്ഷം ഡിവൈഡഡ് ബൈ 105 ഇൻറ്റു 5 അതാണ് ടാക്സ്. 2,85,714 കറക്റ്റാണ്. അപ്പൊ ഇതാണ് അതിന്റെ ടാക്സ്. ഇതിലത്തെ കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ നോക്കണം കേട്ടോ. ഇതിലെ എമൗണ്ട് ഒക്കെ തെറ്റാൻ സാധ്യത ഒന്നായി പറയണേ. 2,85,714 ടാക്സ്.
അപ്പൊ അയാൾ 2,80,714. അപ്പൊ അയാൾക്ക് എന്ത് കിട്ടി? 54,20,000 രൂപ ടോട്ടൽ കോസ്റ്റ് വരുന്ന ഒരു സാധനം അയാൾ എത്രയ്ക്ക് വിറ്റു? 57,14,286 രൂപയ്ക്ക് വിറ്റു. അതായത് 60 ലക്ഷത്തിൽ നിന്നും 2,80,714 ആർക്ക് അടയ്ക്കാനുള്ളതാണ്? ഗവൺമെന്റിന് അടയ്ക്കാനുള്ളതാണ്. അപ്പൊ അയാൾക്ക് കാശായിട്ട് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 5,57,14,286. എത്രയാണ് അയാളുടെ കോസ്റ്റ്? എത്രയാ? 54,20,000. 54,20,000 മൈനസ് 57,14,286. 2,94,286 രൂപ അയാളുടെ ലാഭമാണ്. ക്ലിയർ ആണ്. 50 ലക്ഷം രൂപ വാങ്ങിയ സാധനം 5% ടാക്സ് കൊടുത്താണ് വാങ്ങുന്നത്. ടാക്സ് നമ്മൾ ആൾറെഡി കൊടുത്തതാണ്, നമ്മളത് ക്ലെയിം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് ടാക്സ് അതിന്റെ വാല്യൂ ആയിട്ട് കണക്കാക്കില്ല. 5 ലക്ഷം, 50 ലക്ഷം, അതിൽ 1,20,000 രൂപ എന്ത് ചെലവായി? പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ. 3 ലക്ഷം രൂപ മറ്റുള്ള എക്സ്പെൻസ് ആയി. ടോട്ടൽ 54,20,000 രൂപയാണ് ഈ 50 ലക്ഷം രൂപയുടെ സാധനം വെക്കാൻ നമുക്ക് ടോട്ടൽ ആയിട്ട് ചെലവ് വരുന്ന വില. നമ്മളിത് വിറ്റത് 60 ലക്ഷം രൂപയ്ക്കാണ്. 60 ലക്ഷം രൂപ ടാക്സോട് കൂടിയാണ് നമ്മൾ വിൽക്കുന്നത്. ടാക്സ് 5%. അപ്പോൾ 60 ലക്ഷം എന്ന് പറയുന്നത് ഏതോ ഒരു എമൗണ്ടിന്റെ ടാക്സ് അടക്കമുള്ള എമൗണ്ട് ആണ്. സോ 105%. അപ്പോൾ 60 ലക്ഷം ഡിവൈഡഡ് ബൈ 105 × 5 ആണ് ടാക്സ്. 2,85,714 രൂപ നമ്മുടെ ടാക്സ് ആണ്. അപ്പൊ ടോട്ടൽ നമുക്ക് കിട്ടിയ പൈസ എത്രയാണ്? ഈ 54,20,000 വിറ്റിട്ട് ടാക്സ് കഴിച്ചിട്ട് നമുക്ക് പ്രൈസ് ആയിട്ട് കിട്ടിയ എത്രയാണ്? 60 ലക്ഷം മൈനസ് 2,85,714. അത് ആ എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. 57,14,286 രൂപ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പൊ 54,20,000 മൈനസ് 57,14,286 ഇസിക്കൽ ടു 2,94,286 രൂപയാണ് നമുക്ക് ആകെ വന്നിട്ടുള്ള എന്ത് ലാഭമായിട്ട് ഈ കച്ചവടത്തിൽ കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ആണ്. രണ്ടാമത്തെ സിസ്റ്റം എടുക്കാം. ഏത്? കോമ്പോസിഷൻ. കോമ്പോസിഷനിൽ നമുക്ക് ഈ സാധനം വെക്കുമ്പോൾ എത്ര ചെലവാക്കേണ്ടി വന്നു? ടാക്സ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം. നമുക്ക് എവിടെയും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 52,50,000 കൊടുക്കേണ്ടി വന്നു അല്ലേ? അപ്പൊ തന്നെ 2 ലക്ഷം കൂടുതലാണ്. നമ്മുടെ തോന്നലൊക്കെ തെറ്റാണെന്ന് ഉത്തരം പറയും. 52,50,000. എത്രയാണ് പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള പൈസ? 50,000. എത്രയാണ് നോർമൽ എക്സ്പെൻസ്? 3 ലക്ഷം. അപ്പൊ 52,50,000 പ്ലസ് 50,000 53 ലക്ഷം പ്ലസ് 3 ലക്ഷം എത്രയായി? 56 ലക്ഷം രൂപയാണ് നമുക്ക് ഈ സാധനം വെക്കാൻ ചെലവ്. മറ്റാൾക്ക് എത്രയേ വന്നുള്ളൂ? 54,20,000. നമുക്ക് എത്ര ചെലവ് വന്നു? 56 ലക്ഷം ചെലവ് വന്നു. എത്രയ്ക്കാണ് നമ്മൾ വിറ്റ്? 60,000 വിറ്റ്. ഈ 60,000 നമ്മുടെ കയ്യിലല്ലേ വന്നേ? നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ? ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ സാധനം എത്രയ്ക്കാ വിറ്റ്? 60,000 വിറ്റ്. ആണോ? സോറി, 60 ലക്ഷത്തിനാ വിറ്റ്. 60 ലക്ഷത്തിനാ വിറ്റ്. ഇതിൽ എത്ര ടാക്സ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം? നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണം ടാക്സ് എത്ര? 1%, 60,000 രൂപ. അപ്പൊ 60 ലക്ഷം മൈനസ് 60,000 59,40,000 രൂപയ്ക്ക് നമുക്ക് ഈ സാധനം വിൽക്കാൻ പറ്റി. മറ്റാൾക്ക് എത്രയ്ക്ക് വെക്കാൻ പറ്റേ? 57,14,000 വെക്കാൻ പറ്റേ. കോമ്പോസിഷൻ ലെവി സ്കീമിൽ വന്നപ്പോ 56 ലക്ഷം രൂപയുടെ സാധനം 60 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വെക്കുമ്പോൾ നമ്മൾക്ക് എത്ര ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ? 60,000 രൂപയെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. 60,000 രൂപ കൊടുക്കുമ്പോൾ 59,40,000 രൂപ നമുക്ക് കിട്ടി. അപ്പൊ 56 ലക്ഷം മൈനസ് 59,40,000 ഇസിക്കൽ ടു 3,40,000 ആണ് പ്രോഫിറ്റ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോവേണ്ടതാണ്. ക്ലിയർ അല്ലേ? അടുത്ത ഇല്ലസ്ട്രേഷൻ, കോമ്പോസിഷൻ ലെവി സ്കീമിന്റെ അടുത്ത ഇല്ലസ്ട്രേഷൻ വായിക്കാം. XYZ ലിമിറ്റഡ് ഈസ് ഹാവിംഗ് 2 ഫാക്ടറീസ്. XYZ എന്ന് പറയുന്ന കമ്പനിക്ക് 2 ഫാക്ടറികളുണ്ട്. ഞാനല്ല വായിക്കേണ്ടത്, നിങ്ങളൊപ്പം വായിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഒരു ഫാക്ടറി രാജസ്ഥാനിലാണ്, അവര് റെഡിമെയ്ഡ് ഗാർമെന്റുകൾ ഉണ്ടാക്കുന്നു. വേറൊരു ഫാക്ടറി ഉള്ളത് ഗുജറാത്തിലാണ്. ഇത് എന്ത് ചെയ്യുന്നു? ഓട്ടോ കമ്പോണൻസ് ഉണ്ടാക്കുന്നു. ഇവരുടെ ടേൺ ഓവർ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ രാജസ്ഥാനിലും ഗുജറാത്തിലും ഓരോ ഫാക്ടറികളുള്ള XYZ ലിമിറ്റഡിന്റെ ടേൺ ഓവർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗാർമെന്റ്സ് ഇൻ രാജസ്ഥാൻ. എന്താണ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാല്? വിതിൻ രാജസ്ഥാൻ. എത്രയ്ക്ക് വെക്കുന്നു? 28 ലക്ഷം. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഓട്ടോ കമ്പോണൻസ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലുള്ള യൂണിറ്റ് എന്താ ചെയ്യുന്നത്? അവരും ഗുജറാത്തിലാണ് സാധനങ്ങൾ വെക്കുന്നത്. 18 ലക്ഷം. സോ ടോട്ടൽ സപ്ലൈ എത്രയാണ്? 46 ലക്ഷം. ശരണ്യ ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത താൻ ചോദിച്ചു തോന്നുന്നു. തന്നോടാണോ ആരോടോ ഞാൻ പറഞ്ഞ ചോദ്യമാണ് ഞാൻ പറയണത്. രാജസ്ഥാനില് ബിസിനസ് ഉണ്ട്, തുണി കച്ചവടമാണ്.
ഗുജറാത്തിലെ ഓട്ടോമൊബൈൽ കമ്പോണൻസ് കച്ചവടമാണ്. പക്ഷെ ഇവർ രണ്ടും എന്താ ചെയ്യണത്? ഇൻട്രാസ്റ്റേറ്റ് ആണ് ചെയ്യുന്നത്. ഇവർ ചോദിക്കുന്നു നിങ്ങളോട് എന്ത് കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോകാൻ പറ്റുമോ? ഇവിടെ ഇന്റർസ്റ്റേറ്റ് കച്ചവടമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അതായത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ GST നമ്പർ ഉണ്ട്, മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പാൻ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോകാൻ പറ്റുമോ എന്ന് പറയുന്നത്. ആ പാൻ നമ്പറിൽ ഇപ്പൊ രാജസ്ഥാനിൽ നിങ്ങൾ എന്തിനു പോകുന്നു? കോമ്പോസിഷൻ ലെവി സ്കീമിൽ പോയാൽ ഗുജറാത്തിലും നിങ്ങൾ ആരായിട്ട് മാറും? കോമ്പോസിഷൻ ലെവി സ്കീമിലായിട്ട് മാറും. അൺലെസ് അതർവൈസ് യു ഡോണ്ട് ഹാവ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. ഇനി ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കോമ്പോസിഷൻ ലെവി സ്കീം പറ്റൂല. ഫിനിഷ്ഡ്. ഇത്രയേ ഉള്ളൂ പോയിന്റ്. Then the company wants to opt for composition. According to section 10(2), all registered person having same PAN have to opt for composition scheme. If one opts for regular levy and one for registered place, and for one registered place, other become eligible for composition levy. So XYZ cannot fall for composition in Rajasthan and pay normal tax in Gujarat. ഇവിടെ എന്താ പറഞ്ഞ ചോദിച്ചത് എന്താണ്? രാജസ്ഥാനില് നോർമൽ ടാക്സ് അല്ല കോമ്പോസിഷന് പോയിട്ട് ഗുജറാത്തിൽ നോർമൽ ടാക്സ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം ചോദിച്ചത്. അത് പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ രണ്ട് സ്ഥലത്തും കോമ്പോസിഷന് പോകാൻ പറ്റുമോ? രണ്ട് സ്ഥലത്തും കോമ്പോസിഷന് പോകാൻ പറ്റുമോ? പറ്റും. നോക്കൂ, രണ്ട് സ്റ്റേറ്റുകളിൽ ഓഫീസ് ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടാകാൻ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിലും തമിഴ്നാട്ടിലേക്ക് സാധനം കൊടുക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിലും തമിഴ്നാട്ടിലും ഓഫീസ് ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? കോമ്പോസിഷൻ ലെവി സ്കീമില് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ഷുഡ് നോട്ട് ഹാവ് ഓഫീസസ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഏത് പാൻ നമ്പർ ആണോ ഉള്ളത് ആ പാൻ നമ്പറിന്റെ താഴെ എത്ര GST നമ്പർ ഉണ്ടോ ഏതെങ്കിലും ഒരു GST നമ്പർ കോമ്പോസിഷനിലേക്ക് പോയാൽ ബാക്കി എല്ലാ GST നമ്പറും കോമ്പോസിഷനിലേക്ക് പോകുന്ന പറഞ്ഞേ. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ്? രാജസ്ഥാനിൽ തുണി വിൽക്കുന്ന ഒരു കമ്പനിയും ഗുജറാത്തിൽ ഓട്ടോ കമ്പോണൻസ് മാത്രം വിൽക്കുന്ന ഒരു കമ്പനിയും ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഇല്ലാത്തിടത്തോളം കാലം അവർക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാം. പക്ഷേ രാജസ്ഥാനിൽ മാത്രം കോമ്പോസിഷനും ഗുജറാത്തിലെ നോർമൽ ടാക്സ് സിസ്റ്റവും പറ്റത്തില്ല. രാജസ്ഥാനിൽ ഓപ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഗുജറാത്തിലും എന്തായിട്ട് മാറും? ഇതിലാണ് ചോദ്യം. കോമ്പോസിഷന്റെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളായി. രണ്ടും ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ഇല്ലസ്ട്രേഷൻ വായിക്കണം. ഈ ടാക്സ് പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇല്ലസ്ട്രേഷൻസ് നമ്മൾ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വീട്ടിൽ പോയിട്ട് ഇതൊന്ന് വായിക്കണം. നിങ്ങൾ അതൊന്നും കൂടി പേപ്പറിലേക്ക് ചെയ്ത് നിങ്ങളൊന്നും കൂടി ചെയ്ത് പഠിക്കണം. അത് നിർബന്ധം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് തോൽക്കില്ല. ടാക്സിലല്ല ഒരു പ്രോബ്ലം പേപ്പറിലും തോൽക്കില്ല. ഡിറ്റർമിൻ വെദർ ദ സപ്ലൈസ് ഇൻ ദ ഫോളോയിങ് കേസസ് ആർ എലിജിബിൾ ഫോർ കോമ്പോസ്. താഴെ പറയുന്ന സപ്ലയേഴ്സ് താഴെ പറയുന്ന സിറ്റുവേഷൻസിൽ കോമ്പോസിഷൻ ലെവിയിലേക്ക് പോകാൻ പറ്റുമോ? അവരുടെ ടേൺ ഓവർ 1.5 കോടിയിലും കൂടുന്നില്ല. റാം എന്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ ട്രേഡിംഗ് ഓഫ് പാൻ മസാല ഇൻ രാജസ്ഥാൻ ആൻഡ് ഈസ് രജിസ്റ്റേർഡ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. പറ്റുമോ ബിജിത്ത? റാം എന്റർപ്രൈസസ് പാൻ മസാല വിൽക്കുന്ന കമ്പനിയാണ്. ഇവർക്ക് കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ടുബാക്കോ ഓർ ടുബാക്കോ പ്രൊഡക്ട്സിന് പറ്റത്തില്ല. പറ്റില്ലല്ലോ. ശ്യാം മാനുഫാക്ചറേഴ്സ് ഹാസ് രജിസ്റ്റേർഡ് ഓഫീസ് ഇൻ പഞ്ചാബ് ആൻഡ് ഹരിയാന ആൻഡ് സപ്ലൈസ് ഗുഡ്സ് ഇൻ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്. കോമ്പോസിഷൻ ലെവി സ്കീം പറ്റുമോ? പഞ്ചാബിലും ഹരിയാനയിലും ഫാക്ടറി രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ഗുഡ്സ് അവർ അടുത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ വിൽക്കുന്നുണ്ട്. അവർക്ക് പറ്റുമോ കോമ്പോസിഷൻ? എന്തുകൊണ്ട് പറ്റില്ല? ലയബിലിറ്റി ടു പേ GST. The liability to pay GST would depend on the mechanism the transaction aligns to as under. ആരാണ് ആർക്കാണ് ടാക്സ് കൊടുക്കാനുള്ള ലയബിലിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. അന്ന് ഫോർവേഡ് ചാർജ് മെക്കാനിസം. എന്താണ് ഈ ഫോർവേഡ് ചാർജ് മെക്കാനിസം? മീരൊന്ന് പറയാൻ ശ്രമിച്ചമ്മോ. ഫോർവേഡ് ചാർജ് മെക്കാനിസം അവിടുന്ന് കിട്ടില്ല. ഇതിന്റെ ഉദ്യോഗം പറ. ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്താ? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ ഓപ്പോസിറ്റ്. എന്താ റിവേഴ്സ് ചാർജ് മെക്കാനിസം? സാധനം വിൽക്കുന്ന ആൾക്ക് GST ഇല്ല. അപ്പൊ സാധനം വാങ്ങുന്ന ആള് വിൽക്കുന്ന ആളുടെ പേരിൽ ഇൻവോയ്സ് അടിച്ച് വിൽക്കുന്നു അല്ലെ? ടാക്സ്. ഫോർവേഡ് ചാർജ് എന്താ? ഒരു രജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് ടാക്സ് വാങ്ങുകയും അല്ലെ ആ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അയാളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് അടയ്ക്കുകയും
അയാൾക്ക് വീണ്ടും ITC ക്ലെയിം ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോർവേഡ് ചാർജ് മെക്കാനിസം. അതായത് ഐ ആം ചാർജിങ് ഫോർവേഡ് വാട്ട് എവർ GST ഐ ആം പേയിങ്, ഐ ആം ട്രാൻസ്ഫറിംഗ് ദ GST liability to the next person. ഫോർ എക്സാമ്പിൾ, ഐ ആം ബൈങ് ഫ്രം നന്ദന സം പ്രോഡക്ട്സ്, 10,000 രൂപ GST കൊടുത്തു. ആ സാധനം ഞാൻ മീരയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഈ 10,000 രൂപ GST ഞാൻ ആരെന്ന് വാങ്ങും? വാങ്ങിയിട്ടില്ലെങ്കിലും വാങ്ങിയാലും എനിക്ക് അല്ലെങ്കിൽ ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് ഫോർവേഡ് ചാർജ്. ഐ ആം ചാർജിങ് ഫോർവേഡ് വാട്ട് എവർ GST ഐ ആം പേയിങ്, ഐ ആം ചാർജിങ് ദാറ്റ് GST ടു ദ നെക്സ്റ്റ് പേഴ്സൺ. അതിനാണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം. Forward charge mechanism is or direct charge is a mechanism where the supplier of goods and services is liable to pay tax. ഒരു കമ്പനി സെക്രട്ടറി അയാൾ ക്ലയന്റിന് ഒരു സർവീസ് കൊടുക്കുന്നു. ഇയാൾ എത്ര സർവീസ് ടാക്സ് ആണോ വാങ്ങുന്നത്, ഹിയർ ദ സപ്ലയർ ഈസ് രജിസ്റ്റർഡ് അണ്ടർ GST. അയാൾ എന്ത് ചെയ്യുന്നു? ഒരു എന്താണ് കമ്പനി സെക്രട്ടറി ഒരാൾക്ക് ഞാൻ കൃഷ്ണവേണിക്ക് ഒരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഗവൺമെന്റിന് അടയ്ക്കേണ്ട ടാക്സ് ആരിൽ നിന്ന് വാങ്ങും? കൃഷ്ണവേണിയിൽ നിന്ന് വാങ്ങി ഞാൻ അടയ്ക്കും. അതിനെയാണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. ദെൻ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ്? സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, യൂഷ്വലി ഒരു സാധനം വിൽക്കുന്നവരോ സർവീസ് കൊടുക്കുന്നവരോ GST രജിസ്ട്രേഷൻ അവർക്ക് ഉണ്ടാകും. ചില സ്പെഷ്യൽ കേസസുകളിൽ എന്താണ്ടാവുക, ഇമ്പോർട്ടുകളിലും മറ്റു നോട്ടിഫൈഡ് സപ്ലൈയിലും എന്താണ്ടാവുക, ആ വാങ്ങുന്ന സാധനം വിൽക്കുന്ന ആൾക്ക് എന്തുണ്ടാവില്ല? GST ഉണ്ടാവില്ല. അങ്ങനത്തെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു? കാസ്റ്റ് ഓൺ ദ റെസിപ്പിയൻ അണ്ടർ ദ റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഇതെന്ത് ചെയ്യുന്നു? ആരാണോ സാധനങ്ങൾ വാങ്ങുന്നത് അയാളാണ് ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി അയാൾക്കാണുള്ളത്. അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസം ചില സ്പെസിഫിക് സിറ്റുവേഷൻസിൽ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്ക് ടാക്സ് കളക്ട് ചെയ്ത് അടക്കാൻ പറ്റത്തില്ല. അത് ആരടയ്ക്കുന്നു? അത് ടാക്സ് രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ആരടയ്ക്കുന്നു? സാധനങ്ങൾ വാങ്ങുന്ന ആള് ആ ബില്ലിന്റെ മുകളിൽ ടാക്സ് കളക്ട് ചെയ്ത് അയാൾ തന്നെയാണ് അടയ്ക്കുന്നത്. നമ്മളൊരു കേസ് പറഞ്ഞില്ലേ, ഈ ഇമ്പോർട്ടിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ പറയാം, സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആരടക്കേണ്ടത്? റെസിഡന്റ് അല്ലേ ടാക്സ് അടയ്ക്കണ്ടേ? റെസിഡന്റ് എങ്ങനെയാ അടയ്ക്കുക? ഹി വിൽ കളക്ട് ദ ടാക്സ് ഫ്രം ദ അതർ ഗൈ ആൻഡ് ഹി പേ ദ ടാക്സ് അല്ലേ? ഓക്കെ. സോ റിവേഴ്സ് ചാർജ് മീൻസ് ദ ലയബിലിറ്റി ടു ടാക്സ് ഈസ് ഓൺ ദ റെസിപ്പിയന്റ് ഓൺ സപ്ലൈ. ആരാണോ സാധനങ്ങൾ വാങ്ങുന്നത് അയാൾക്കാണ് GST അടയ്ക്കാനുള്ള ലയബിലിറ്റി. ഇതിനെയാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. ദെൻ ഹിയർ ദ സപ്ലയർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ GST. ഇവിടെ എന്താ സംഭവിക്കുക? ആരാണോ നിങ്ങൾക്ക് സാധനങ്ങൾ തരുന്നത്, സർവീസ് തരുന്നത്, അയാൾ എന്തായിരിക്കില്ല? അയാള് GST രജിസ്റ്റേർഡ് ആയിരിക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എന്തുണ്ടാവും? ഈ വാങ്ങുന്ന ആളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അയാളുടെ പേരിൽ ഇൻവോയ്സ് അടിച്ച് അടയ്ക്കേണ്ടത്. It must be noted although that input tax credit can be availed in both the above scenarios. ഇനി ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിൽ മാത്രമാണോ ITC ക്ലെയിം ചെയ്യാൻ പറ്റുക? അങ്ങനെയൊന്നുമല്ല. ഫോർവേഡ് ചാർജ് ആണെങ്കിലും റിവേഴ്സ് ചാർജ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ITC ക്ലെയിം ചെയ്യാവുന്നതാണ്. In case of e-commerce, ഇനി e-commerce ആണെന്നുണ്ടെങ്കിൽ e-commerce operator who are mandatorily required to register with GST collect tax at source of a specified percentage and pay the same to the government. ഇനി e-commerce operator ആണെങ്കിൽ നിങ്ങളിപ്പോ ആമസോൺ വഴി നിങ്ങളൊരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആമസോൺ എന്ത് ചെയ്യും? ആരാണോ ആ സാധനം വിൽക്കുന്നത് ശ്രീ രാജീവ് സാറിന്, അയാളിൽ നിന്ന് GST അപ്രണ്ട് ആയിട്ട് കളക്ട് ചെയ്യും. സാധനം ബില്ല് അടിക്കുമ്പോൾ തന്നെ കളക്ട് ചെയ്യും. എന്നിട്ട് അത് ആർക്ക് അടയ്ക്കും? ഗവൺമെന്റിന് അടയ്ക്കും. ഇതിന് TCS എന്ന് പറയും, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയും. 52 സെക്ഷൻ 52 പറയുന്നത് TCS എന്ന് പറയും. ആ TCS കളക്ട് ചെയ്ത് e-commerce ഓപ്പറേറ്റർ അടയ്ക്കും. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? റിവേഴ്സ് ചാർജ് മെക്കാനിസം. അതായത് ആക്ച്വലി അടയ്ക്കേണ്ട ആളാരാണ്? സെല്ലറാണ്. പക്ഷെ e-commerceല് സെല്ലർ അല്ല അത് കളക്ട് ചെയ്യുക. ആരാ കളക്ട് ചെയ്യുക? e-commerce പ്ലാറ്റ്ഫോം ആണ് കളക്ട് ചെയ്ത് അടയ്ക്കുക കേട്ടോ. അവരാണ് അടയ്ക്കേണ്ടത്. എപ്പോഴൊക്കെയാണ് RCM അപ്ലിക്കബിൾ ആകുന്നത്? എപ്പോഴൊക്കെയാണ് RCM അപ്ലിക്കബിൾ ആകുന്നത്? റിവേഴ്സ് ചാർജ് മെക്കാനിസം എപ്പോഴൊക്കെയാണ് അപ്ലിക്കബിൾ ആകുന്നത്? Central Board of Indirect Tax and Customs has notified a list of goods or services on which RCM is applicable. എല്ലാ സാധനങ്ങൾക്കും RCM ഇല്ല. ഏതൊക്കെ സാധനങ്ങൾക്കാണ് RCM ഉള്ളത്, ഏതൊക്കെ സർവീസുകൾക്കാണ് RCM ഉള്ളതെന്ന് CBIC സമയാസമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് സപ്ലൈ ബൈ അൺരജിസ്റ്റേർഡ് ഡീലർ ടു എ രജിസ്റ്റേർഡ് ഡീലർ. എപ്പോഴാണോ ഒരു അൺരജിസ്റ്റേർഡ് ഡീലർ രജിസ്റ്റേർഡ് ഡീലർക്ക് ഈ സ്പെസിഫൈഡ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകൾ കൊടുക്കുന്നത് അപ്പം മാത്രമാണ് RCM ഉള്ളത്. In case of services provided by e-commerce operator, liability to pay tax lies on the recipient of services. ഇനി ഒരു e-commerce operator ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? In case e-commerce service is provided by e-commerce operators, liability to pay tax lies on the recipient of services. ഒരു e-commerce ഓപ്പറേറ്റർ വഴിയാണ് നമ്മൾ സർവീസ് ഏൺ ചെയ്യുന്നതെങ്കിൽ ആരാണോ സർവീസിന്റെ റെസിപ്പിയന്റ് അയാളാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടത്. സെക്ഷൻ 24 പറയുന്നത് persons who are required to pay tax under reverse charge mechanism should register themselves compulsorily irrespective of the turnover limit. RCM വഴി ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള ആൾക്കാര് അവരുടെ ടേൺ ഓവർ നോക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ഏതൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് GST പ്രകാരം
എന്താ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്, RCM നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? നോട്ടിഫൈഡ് ഗുഡ്സ് ഫോർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. കാഷ്യൂ നട്ട് നോട്ട് ഷെൽഡ് ഓർ പീൽഡ്. ഷെല്ല് ഇന്ന് എടുക്കാത്തത് അല്ലെങ്കിൽ പീൽ ചെയ്യാത്ത, തൊലി കളയാത്ത കാഷ്യൂ നട്ട്, അതായത് കശുവണ്ടി അങ്ങനെ തന്നെ കേട്ടോ. അത് ആരിൽ നിന്നാണ് വാങ്ങുന്നത്? സപ്ലയർ അഗ്രികൾച്ചറലിസ്റ്റ് ആണെങ്കിൽ അത് വാങ്ങുന്ന ആള് എന്ത് ചെയ്യണം? RCM പ്രകാരം അയാൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി അയാൾ ബില്ല് ചെയ്യണം. ഓക്കെ. ദെൻ ബീഡി റാപ്പർ ലീവ്സ്, ടെൻഡു ലീവ്സ് എന്നാ പറയാ. ടെൻഡു ലീവ്, ബീഡി ഇല, ബീഡി ഉണ്ടാക്കുന്ന ഇല, അതിന്റെ പേര് ടെൻഡു ലീവ്സ് എന്നാണ്. അതിനെയാണ് ബീഡി റാപ്പർ ലീവ്സ് എന്ന് പറയുന്നത്. ഇത് അഗ്രികൾച്ചറിസ്റ്റിൽ നേരിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്? രജിസ്റ്റേർഡ് പേഴ്സണ് എന്തില്ല, അതിന് അയാൾ എന്ത് ചെയ്യണം? RCM വഴി ബില്ല് ചെയ്യണം. സോ ഈ ബീഡി ലീവ്സ് ഒക്കെ എപ്പോഴും കച്ചവടത്തിലുണ്ടോ? നമ്മുടെ നാട്ടിൽ കാണാമല്ലേ? ഇപ്പൊ സാധു ബീഡി, അങ്ങനെ കുറെ ബീഡി കമ്പനികളുണ്ട്. പുറമെ ചുരുട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ചുരുട്ട്, അതായത് വില കൂടിയ ബീഡി ചുരുട്ട്. ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നത് ടെൻഡു ലീവ്സ് വെച്ചിട്ടാണ്. ഇത് വലിയൊരു ബിസിനസ്സാണ്. ഒരു സമയത്ത് എല്ലാവരും ബീഡിയാണ് വലിച്ചിരുന്നത്, ഇപ്പൊ എല്ലാവരും സിഗരറ്റിലേക്കാണ്. പക്ഷെ സിഗരറ്റിന്റെ വിലയ്ക്ക്, ഒരു സിഗരറ്റിന്റെ വിലയ്ക്ക് ഒരു പെട്ട് ബീഡി കിട്ടും. സോ ഓർഡിനറി പേഴ്സൺസ് ഒക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു പ്രോഡക്റ്റ് ആണെന്ന് പറയാം കേട്ടോ. ദെൻ ടുബാക്കോ ലീവ്സ്, പുകയില കണ്ടിട്ടുണ്ടോ? പുകയില കൃഷി കണ്ട് നിങ്ങളുടെ അവിടെ കണ്ടല്ലോ അല്ലെ? മംഗലാപുരത്തേക്ക് പോണ സ്ഥലത്ത് കാണാം ഈ പാടത്തൊക്കെ ഇങ്ങനെ പുകയില അങ്ങനെ നീളത്തിൽ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അതിനകത്ത് ഉണങ്ങിയിട്ട് ഇങ്ങനെ വീഴുമ്പോഴാണ് അതിനെ ചുരുട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്? പുകയിലയുടെ കണ്ടിട്ടുണ്ടോ? പുകയില കണ്ടിട്ടുണ്ടോ നിങ്ങള്? കറുത്തിട്ട് ഇങ്ങനെ. അത് ഞാന് എനിക്കൊരു 10-15 വയസ്സായിട്ടുണ്ടാവും. 13 അല്ല, അമ്മ മരിച്ചിട്ടില്ല. അപ്പൊ 13-14 വയസ്സുള്ള സമയമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പല്ലുവേദനയാണ്. അപ്പൊ പല്ലുവേദന, അന്ന് ഈ പണ്ടത്തെ പഴയ വീടാണ്. അപ്പൊ പല്ലുവേദനിച്ചിട്ട് അനങ്ങാൻ വയ്യ. അന്ന് നീ ഓടിയ ഉടനെ ആശുപത്രി പോകാൻ പറ്റില്ലല്ലോ, നല്ല കാശാണ്. ഒറ്റപ്പാലത്തൊരു ഡോക്ടറേ ഉള്ളൂ. അപ്പൊ അമ്മ പറഞ്ഞു, അവിടെ ഞങ്ങളുടെ വീട്ടില് പണിക്ക് വരുന്ന ആളുകൾ പുകലയുണ്ട്. അപ്പൊ അമ്മ പുകല വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിന് ഈ അഥവാ പല്ലുവേദന വന്ന വെച്ചോട്ടെ എന്ന് വെച്ചിട്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര പല്ലുവേദന, കരച്ചിലാണ്, രാത്രി മുഴുവൻ കരച്ചിലാണ്. അമ്മയ്ക്കാച്ച് ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പൊ അമ്മ അവസാനം എന്ത് പറഞ്ഞു? ഒരു 12 മണിയൊക്കെ ആയപ്പോ, നീ ഒരു കാര്യം ചെയ്തേച്ചി, ഒരു കഷ്ണം പുകല എടുത്തിട്ട് പല്ലിനുള്ളിൽ കടിച്ചു പിടിക്കുക, എന്നാ മാറുമെന്ന് പറഞ്ഞു. ഞാനത് കടിച്ചു പിടിച്ച്. നമ്മൾക്ക് വേദന മാറണം, ഇങ്ങനെ കൊടിച്ചു പിടിച്ച് കടന്നു. അപ്പൊ ഈ വായിൽ ഇങ്ങനെ വെള്ളം വരും. അപ്പൊ ഇത് ഇറക്കിയാൽ നീ അത് വെള്ളം ആയാലോ, നീ ഇറക്കണ്ട, നീ അവിടെ നിന്ന് ഓവലിരിക്കണം. ഓവൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അറിയോ? ഓവൻ അറിയോ? പണ്ടത്തെ കാലത്ത് ഈ യൂറിൻ പാസ് ചെയ്യാൻ മാത്രം ഉള്ള സാധനത്തിലാണ് ഓവൻ എന്ന് പറയുന്നത്. അപ്പൊ ഓവലിരുന്നോ, എന്നിട്ട് അങ്ങനെ കടിച്ചിട്ട് വായിൽ വെള്ളം വരുമ്പോൾ തുപ്പിക്കോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കുറച്ചിരുന്നേരം ഇരുന്നിട്ട് എന്നെ കടിച്ചു തുപ്പിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മ, ഞാൻ ഓവിൽ നിന്ന് എണീച്ച് വരുന്നതാണ് പിറ്റേ ദിവസം രാവിലെ. തലേന്ന് വീണുപോയി ഞാൻ. ഫസ്റ്റ് റിമെമ്പർ ദേ. അതൊക്കെ നമ്മളിപ്പോഴും ആലോചിക്കും. അമ്മങ്ങനെ അടുത്ത് കടന്ന് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആലോചിക്കും. അത്രയും ഇതാണ് അതൊക്കെ. അപ്പൊ അവന് ഈ ടുബാക്കോ ലീവ്സ് നമുക്ക് ശരിക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാർ മുറുക്കുന്ന സമയത്ത് കൂട്ടുന്ന ആൾക്കാരുണ്ട് അല്ലേ? കുറെ ആൾക്കാർ ഇങ്ങനെ ചിരിച്ചിട്ട് കാട്ടിട്ട് ഇങ്ങനെ കൂത്തിയിട്ടൊക്കെ കയറ്റിട്ട് എവിടെയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അതായത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ, സാധാരണക്കാർ. അതുപോലെ എസെൻഷ്യൽ ഓയിൽസ്, പെപ്പർമെന്റ് ഓയിൽ, മെന്തോൾ ഓയിൽ അല്ലെ? മെന്താ ഓയിൽ, പെപ്പർമെന്റ് ഓയിൽ. പെപ്പർമെന്റ് എന്ന് പറഞ്ഞാൽ മെന്തോൾ അല്ലെ? മെന്തോൾ അല്ലേ? പെപ്പർമെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാന്? പെപ്പർമെന്റിന് പുതിനയല്ല, പുതിന മിന്റ് ആണ്. വേറൊരു ഇല ഉണ്ട്, ഈ തുളസിയുടെ ഇല പോലത്തെ ഇലയാണ് പെപ്പർമെന്റിന്റെ ഇല. പുതിന ഇല അല്ല. എന്താ? അല്ല, തുളസിയില്ലേ? തുളസിയുടെ ഇല പോലെ. അത് കടിച്ചാലാണ് ശരിക്കും നമുക്ക് ഈ എന്താ അല്ല, പനിക്കൂർക്ക വലുതാണ്, വലിയ ഇല. ഈ പെപ്പർമെന്റിന് ഇലയുണ്ട്, അതിന് മിന്റ് ലീവ്, പെപ്പർമെന്റ് ലീവ്സ് എന്നാ പറയാ. കാണിച്ചിട്ട് അവിടുന്ന് കാണിച്ചേ. അതല്ല, തുളസിയുടെ ഇല പോലെയാണത്. തുളസിയുടെ ഇല പോലെ. അത് പനിക്കൂർക്ക അല്ല. പനിക്കൂർക്ക വലിയ, അത് വേറൊരു സാധനമാണ്. ഈ പുതിന ഉണ്ടല്ലോ, പുതിന മിന്റിന്റെ ടേസ്റ്റ് ഇല്ല. ഉണ്ടോ? വായിൽ കിട്ടിച്ചാ തണുക്കുവോ നിങ്ങക്ക് മിന്റിന്? ഇല്ല. പെപ്പർമെന്റിന് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട്. പോളോ ഇല്ലേ? പോളോ, മിന്റ് വിത്ത് ഹോൾ എന്നല്ലേ പറയാന്? എന്താ അതിന്റെ പ്രത്യേകത? പോളോ കഴിച്ചിട്ട് വിളിച്ചാൽ നല്ല തണുപ്പുണ്ടാവും വായല്. അത് പുതിനയ്ക്കില്ല, അത് വേറൊരു ചെടിയാണ്. പെപ്പർമെന്റ് വേറൊരു ചെടിയാണ്. ഈ പെപ്പർമെന്റ് സാധനം ഇത് മൊറാദാബാദ്. പെപ്പർമെന്റ്, പുതിനയുടെ ഇല കുറച്ചുകൂടി ചുളുങ്ങിയിട്ട് അങ്ങനെ വയസ്സായ ആൾക്കാരെ പോലെ, എന്നെ പോലെയൊക്കെ ഇരിക്കും, നിങ്ങളെ പോലെ ഇരിക്കും. ഇത് പെപ്പർമെന്റ്. മൊറാദാബാദിൽ അത് ഉണ്ടാക്കുന്നത്. മൊറാദാബാദ് ഈ UP-യിലെ ഒരു സ്ഥലം, അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം. പെപ്പർമെന്റ് ഓയിൽ.
അതുപോലെ തന്നെ മറ്റുള്ള മിന്റ് ഓയിൽസ്, സ്പിയർ മിന്റ് ഓയിൽ, വാട്ടർ മിന്റ് ഓയിൽ, ഹോഴ്സ് മിന്റ് ഓയിൽ, ദെൻ ബെർഗാമെന്റ് ഓയിൽ, ദെൻ മെന്ത അർവനസിസ്, ഇതൊക്കെ നമുക്ക് അറിയില്ലാതെ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ ഈ പെപ്പർമെന്റ് മാത്രമേ കണ്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഞാൻ വായിക്കുന്നു ആദ്യമായിട്ട്, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു അൺരജിസ്റ്റേഡ് പേഴ്സൺ രജിസ്റ്റേഡ് പേഴ്സൺ പോവുകയാണെങ്കിൽ ഹോഴ്സ് മിന്റ് ഒക്കെ അതിനൊക്കെ എന്താ കണക്കാക്കാം, അതൊക്കെ ഇതാണ്. സിൽക്ക് യാൺ നമുക്ക് ഉപയോഗിക്കാം. സിൽക്ക് യാൺ അറിയാലോ, പട്ടുനൂൽപ്പുഴു, പട്ടുനൂല്, റോ കോട്ടൺ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇതിൽ പറ്റും. സപ്ലൈ ഓഫ് ലോട്ടറി സപ്ലൈയും എന്താണ്, റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ ഒരു ഗവൺമെന്റ് ലോട്ടറി ടിക്കറ്റ് ഏജന്റിന് കൊടുക്കുകയാണെങ്കിൽ ഏജന്റിനോട് GST ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏജന്റിൽ നിന്ന് GST ഉള്ള മുഴുവനുള്ള പണം വാങ്ങിയിട്ട് ആ GST ആരടക്കണം? ഗവൺമെന്റ് അടക്കണം. ബില്ല് ആരെ ഇഷ്യൂ ചെയ്യാം? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും. ദെൻ യൂസ്ഡ് വെഹിക്കിൾസ്, വണ്ടികൾ വിൽക്കുന്ന സമയത്ത്, അതുപോലെ യൂസ്ഡ് വെഹിക്കിൾ, സീസ്ഡ് ആൻഡ് കോൺഫിസ്കേറ്റഡ് ഗുഡ്സ്, ഓൾഡ് ആൻഡ് യൂസ്ഡ് ഗുഡ്സ്, വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ്, ഇതിനൊക്കെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ്. ദെൻ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ, ഗവൺമെന്റ് തരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിൽക്കാവുന്നതാണ്. അപ്പൊ അത് ആരാണോ വാങ്ങുന്നത് അയാളാണ് GST അടയ്ക്കേണ്ടത്. അടുത്തത് സർവീസ് നോട്ടിഫൈഡ്. ഏതൊക്കെ സർവീസുകളാണ് ഇതിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്? സർവീസ് നോട്ടിഫൈഡ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഏതൊക്കെ സർവീസുകളാണ് എന്നാണ് പറയുന്നത്. ഒന്ന്, സപ്ലൈ ഓഫ് സർവീസസ് ബൈ ഗുഡ് ട്രാൻസ്പോർട്ട് ഏജൻസി ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് to any factory registered and governed by the Factories Act, or any society registered under the Societies Registration Act, any cooperative societies established by under any law, or any person registered under Central CGST Act or in IGST Act, or any body corporate established by or under any tax, or any partnership firm whether registered or not registered under any law including association of persons, provided that nothing contained this entry shall apply to services provided by a goods transport agency by way of transport of goods in carriage to road to department of establishment of central government, local authority, governmental authority. അതായത് ഏതെങ്കിലും തരത്തില് ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി ടു ട്രാൻസ്പോർട്ട് സർവീസ് പ്രൊവൈഡർ, അയാള് ഈ പറയുന്ന ആൾക്കാരൊക്കെ ആർക്കാ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻകോർപ്പറേറ്റഡ് ബോഡിക്കോ അല്ലെങ്കിൽ CGST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ SGST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു എൻറ്റിറ്റിക്കോ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ GST ഈ കമ്പനി വാങ്ങിയിട്ട് ആർക്കടക്കണം? ഈ സർവീസ് റിസീവ് ചെയ്യുന്ന ആള് വാങ്ങിയിട്ട് ആർക്കടക്കണം? ഗവൺമെന്റിന് RCM വഴി അടയ്ക്കണം. എന്നാൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക്, ലോക്കൽ അതോറിറ്റികൾക്ക്, ഗവൺമെന്റ് ഏജൻസികൾക്കൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒറ്റൊന്നേ ഉള്ളൂ, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി, ഒരു ലോറി സർവീസുകാരൻ, ഏതെങ്കിലും ഒരു സർവീസ്, അയാൾക്ക് GST രജിസ്ട്രേഷൻ ഇല്ല, അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ സർവീസുകൾ ആർക്ക് കൊടുക്കുന്നു? ഈ ഇൻകോർപ്പറേറ്റഡ് ബോഡിക്കോ അല്ലെങ്കിൽ GST രജിസ്റ്റേർഡ് ആയിട്ട് ഒരു എൻറ്റിറ്റിക്കോ കൊടുക്കുകയാണെങ്കിൽ, അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആകാം, പാർട്ട്ണർഷിപ്പ് ആകാം, LLP ആകാം, കമ്പനി ആകാം, ആരുമാകാം. അവരെന്ത് ചെയ്യണം? ആ തരുന്ന ഇൻവോയ്സിന്റെ മുകളിൽ എത്രയാണോ ടാക്സ് അടയ്ക്കേണ്ടത് അതും കൂടെ ചേർത്തിട്ട്, ബില്ല് എത്രയാണോ അതിന് മുകളിൽ ടാക്സ് ചേർത്തിട്ട് ഇൻവോയ്സ് അടിച്ചിട്ട് ആ ടാക്സ് ആർക്കടയ്ക്കണം? ഗവൺമെന്റിന് അടച്ചിരിക്കണം. പക്ഷെ ഇത് ആർക്ക് അപ്ലിക്കബിൾ അല്ല? ഡിഫൻസുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു സ്റ്റേറ്റിന്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്, യൂണിയൻ ടെറിട്ടറിയുടെ ഡിപ്പാർട്ട്മെന്റ്, അതല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസികൾക്കൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല. 2, services provided by an advocate, including a senior advocate or firm of advocates by way of legal services directly or indirectly. നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു അഡ്വക്കേറ്റ്, നമ്മൾ എന്ത് വെച്ചാൽ അല്ലെങ്കിൽ ഒരു സീനിയർ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് അവർ ലീഗൽ സർവീസസ് നേരിട്ടോ അല്ലാതെയോ കൊടുക്കുന്നു. അപ്പൊ ആരാണ് അതിന്റെ റെസിപ്പിയന്റ്? GST രജിസ്റ്റേർഡ് ആവണമെന്നില്ല. അപ്പൊ അവർ കൊടുക്കുന്ന സർവീസിന് അയാൾ ടാക്സ് രജിസ്റ്റേർഡ് ആണെന്നെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഇൻവോയ്സ് അടിച്ച് ടാക്സ് കളക്ട് ചെയ്ത് ആരടയ്ക്കണം? ഈ എന്താണ് സർവീസ് പ്രൊവൈഡർ അടയ്ക്കേണ്ടതാണ്. ഉദാഹരണത്തിന് അഡ്വക്കേറ്റ്, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, ഞാനൊരു സർവീസ് എൻ്റെ ഒരു ക്ലയന്റിന് കൊടുക്കുന്നു. ക്ലയന്റിന് GST ഉണ്ടാവുമോ? ഇല്ല, ഉറപ്പല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? അയാളിൽ നിന്നും കളക്റ്റിന്റെ GST നമ്മൾ ഇൻവോയ്സ് അടിച്ച് അയാളുടെ പേരിൽ അടിച്ചിട്ട് ആ GST കളക്ട് ചെയ്ത് നമ്മൾ ആർക്ക് അടയ്ക്കുന്നു? ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു. Then services supplied by an arbitral tribunal to a business entity. ഒരു ആർബിട്രൽ ട്രിബ്യൂണൽ, ഒരു ബിസിനസ് ആർബിട്രൽ ട്രിബ്യൂണൽ GST രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആർബിട്രൽ ട്രിബ്യൂണൽ അറിയാലോ,
അല്ലേ? ആർബിട്രേഷൻ കൺസിലിയേഷൻ ആക്ട് പ്രകാരമുള്ളത്. ഒരു ആർബിട്രൽ ട്രിബ്യൂണൽ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് സർവീസ് കൊടുക്കുകയാണെങ്കിൽ അതിന് മുകളിൽ GST ആര് കളക്ട് ചെയ്തടക്കണം? ഈ ബിസിനസ് എൻറ്റിറ്റി കളക്ട് ആരുന്ന് ആർബിട്രൽ ട്രിബ്യൂണലിന് കൊടുക്കുന്ന പേയ്മെന്റിന് മുകളിൽ GST ആരടക്കണം? ഈ എൻറ്റിറ്റി അടക്കണം. അവരാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. സർവീസ് പ്രൊവൈഡഡ് ബൈ യുവർ സ്പോൺസർഷിപ്പ് ടു എനി ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ണർഷിപ്പ് ഫേം. ഈ സർവീസസ് പ്രൊവൈഡഡ് ബൈ യുവർ സ്പോൺസർഷിപ്പ് ടു എനി ബോഡി കോർപ്പറേറ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് ഒരു ബോഡി കോർപ്പറേറ്റിനോ പാർട്ണർഷിപ്പിനോ കൊടുക്കുകയാണ്. ഒരു സ്പോൺസർഷിപ്പ്, ഈ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ആൾക്ക് GST ഉണ്ടാകണമെന്നില്ല. അയാൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ സർവീസ് ഈ ബോഡി കോർപ്പറേറ്റ് ആണ് ആ GST അടയ്ക്കേണ്ടത്. സർവീസ് സപ്ലൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി ടു എ ബിസിനസ് എൻറ്റിറ്റി എക്സ്ക്ലൂഡിംഗ് റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സർവീസസ് സ്പെസിഫൈഡ് ബിലോ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന്റെ സർവീസ്, എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വെസലിന്റെ സർവീസ്, അത് എന്താകാം? ഒരു പോർട്ടിന്റെ ഉള്ളിലോ എയർപോർട്ടിന്റെ ഉള്ളിലോ പുറത്തോ അതിന് നിയർ ആയിട്ട് സ്ഥലങ്ങളിലോ ഒക്കെ സർവീസ് ആകാം. ഇതിനൊക്കെ ആരാണ്? ഒരു ഗവൺമെന്റ്. വളരെ ക്ലിയർ ആയിട്ട് ഒന്നും പറയാം. എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അവരൊരു ബിസിനസ് എൻറ്റിറ്റിക്ക് എന്തെങ്കിലും സർവീസുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ടത് ആരാണ്? ഈ റെസിപ്പിയന്റ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. ആ റെസിപ്പിയന്റ് എത്ര ടാക്സ് ആണോ അതിന് വരിക അത്രയും ടാക്സ് ചേർത്ത് ഇൻവോയ്സ് അടിച്ച് ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കാൻ ഗവൺമെന്റ് അടയ്ക്കില്ല. ഓക്കെ, ഗവൺമെന്റിന് GST രജിസ്ട്രേഷൻ ഇല്ല. പക്ഷെ അതിൽ എന്തൊക്കെ വരില്ല? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റ് അടയ്ക്കണം. ദെൻ സർവീസസ് സ്പെസിഫൈഡ് ബിലോ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ സർവീസ് GST ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ ഒരു എയർക്രാഫ്റ്റ് വെസൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ആ പോർട്ടിന്റെ എയർപോർട്ടിന്റെ ഉള്ളിലോ അതിന്റെ പെർസിൻസിലോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്, എയർക്രാഫ്റ്റില് അല്ലെങ്കിൽ ഷിപ്പില് ആൾക്കാർ വെസലില് എന്ന് വെച്ചാൽ പാസഞ്ചർ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും എന്താണ്? ഇത് അപ്ലിക്കബിൾ അല്ല. എന്താ മനസ്സിലായേ? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി എന്തെങ്കിലും സർവീസുകൾ പുറത്ത് ബിസിനസ് എൻറ്റിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ബിസിനസ് എൻറ്റിറ്റി എന്ത് ചെയ്യണം? GST കളക്ട് ചെയ്ത് GST അടയ്ക്കേണ്ട ഇൻവോയ്സ് ടൈപ്പ് RCM വഴി പ്രിപ്പയർ ചെയ്ത് GST അടയ്ക്കേണ്ടതാണ്. എന്നാൽ അത് എന്തിനും ഉൾപ്പെടില്ല എന്നാണ് പറഞ്ഞ വിജിത്ത? ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെയിൽവേ സർവീസുകൾ ഉൾപ്പെടില്ല. അതുപോലെ തന്നെ എന്ത് ഉൾപ്പെടില്ല? സർവീസസ് ഒരു എയർക്രാഫ്റ്റുമായിട്ടോ വെസലുമായിട്ടോ ഒരു സർവീസ് ആണ്, അതൊരു പോർട്ടിന്റെ ഉള്ളിലോ എയർപോർട്ടിന്റെ ഉള്ളിലോ അതിന്റെ പെർസിൻസിലോ ആണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് അതെന്തിനു ഉപയോഗിക്കുന്നതാണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് ഉപയോഗിക്കുന്നതാണെങ്കിലും അത് ഇതിൽ അപ്ലിക്കബിൾ അല്ല. ദെൻ 5A 5A എന്നാ റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സർവീസസ് സപ്ലൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി. എന്താണ് റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ഗവൺമെന്റ്. സർവീസ് എന്താണ്? റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ആരാണ് സപ്ലയർ? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി ആണ്. റെസിപ്പിയൻ GST രജിസ്റ്റർ ചെയ്ത ആരുമാകാം. അപ്പൊ അവർക്ക് എന്താണ്? അവരെന്ത് ചെയ്യണം? they have to collect GST and they have to raise invoice, pay the GST to the government. ക്ലിയർ ആണ്? അതായത് ഗവൺമെന്റ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റിന് വേണ്ടിയിട്ട് ഒരു GST രജിസ്ട്രേഷൻ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ GST രജിസ്ട്രേഷൻ ഉള്ള ആള് എന്ത് ചെയ്യണം? ഇൻവോയ്സ് അടിച്ച് റെന്റ് കളക്ട് ചെയ്ത് GST ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതാണ്. ദെൻ 5AA സർവീസ് renting of residential dwelling to a registered person. Renting of residential dwelling, any person who is registered, recipient registered person ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വീട് GST രജിസ്ട്രേഷൻ ഉള്ള ഒരാൾക്ക് റെന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണോ വാടകയ്ക്ക് എടുക്കുന്നത് അയാളാണ് GST കൊടുക്കാൻ ബാധ്യസ്ഥൻ. അയാൾ എന്ത് ചെയ്യണം? അയാള് അത് നേരിട്ട് ഡിപ്പാർട്ട്മെന്റിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താ ഉണ്ടാവുക? റെസിപ്പിയന്റ് നേരിട്ടിട്ട് ആർക്ക് അടയ്ക്കും? ഡിപ്പാർട്ട്മെന്റിന് അടയ്ക്കും. അങ്ങനെയല്ല അടയ്ക്കുക. മറ്റു സാധാരണ സ്ഥലത്ത് ഉണ്ടാവുക റെസിപ്പിയന്റ് അല്ല, സപ്ലയർ ആണ് അടയ്ക്കേണ്ടത്. ഇവിടെ റെസിപ്പിയന്റ് തന്നെ ഇൻവോയ്സ് അടിച്ച് റെസിപ്പിയന്റ് തന്നെ GST ആർക്ക് അടയ്ക്കും? ഡിപ്പാർട്ട്മെന്റ് അടയ്ക്കും. ദെൻ 5AB സർവീസസ് റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ്. താമസ സ്ഥലമല്ലാത്ത ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുക, ഒരു സ്ഥലം വാടകയ്ക്ക് കൊടുക്കുക. റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ റെസിഡൻഷ്യൽ അല്ലാത്ത ഒരു സ്ഥലം വാടകയ്ക്ക് കൊടുക്കുന്നു. ആരാ കൊടുക്കുന്നത്? എനി രജിസ്റ്റേർഡ് പേഴ്സൺ. റെസിപ്പിയന്റും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ആരാണോ അത് വാങ്ങുന്നത് അയാളാണ് എന്ത് കൊടുക്കേണ്ടത്? അത് കൊടുക്കേണ്ടത്. അത് 5AB എനി രജിസ്റ്റേർഡ് പേഴ്സൺ to any registered person, the recipient have to pay the GST. Then 5B transfer of development rights, TDR or FSI. എന്താ TDR അല്ലേ? transfer of transferable development right. Then transfer of developmental rights including FSI. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ആണ് FSI. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ
ഇത്രയും ഫ്ലോർ സ്പേസ് നിങ്ങൾക്ക് തരാം. ഫ്ലോർ സ്പേസ് അതിന് മുകളിൽ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം. അതാണ് ആ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ്, ഇവിടെ 500 സ്ക്വയർ ഫീറ്റ് സ്ഥലം നിങ്ങൾക്ക് തരാം. ഇവിടെ 2 നില കെട്ടാൻ പാടും 5 നില കെട്ടാൻ പാടും വല്ല നിയമമുണ്ടോ? ഇല്ല. അതാണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ്സ് ആണ്. ഇതിൽ എത്ര ഫ്ലോർ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറയും. ആ അവകാശം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതാണ് TDR. ഞാൻ മുമ്പ് പറഞ്ഞിട്ട് എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ടൗണുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലേ? നമ്മൾ എൻ്റെ വീടുണ്ട്, ആ വീടിന്റെ സ്ഥലത്ത് ശോഭ സിറ്റിക്ക് ഒരു ബിൽഡിംഗ് കെട്ടണമെന്നുണ്ടെങ്കിൽ ശോഭ സിറ്റിക്ക് ഞാൻ ആ സ്ഥലം വെക്കുന്നില്ല. ശോഭ സിറ്റിയോട് ഞാൻ എന്താ പറയുന്നത്? ശോഭ സിറ്റി, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടെ നിങ്ങൾ വീട് ഡെവലപ്പ് ചെയ്യാൻ അവകാശം, അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഞാൻ തരാം. ഇതിനെയാണ് ഡെവലപ്മെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഡെവലപ്മെന്റ് റൈറ്റ്സ് തരുന്നതിന് വേണ്ടി പകരം നിങ്ങൾ എന്ത് തരണം? ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ താഴത്തെ നിലയിലും അല്ലെങ്കിൽ 5ാമത്തെ നിലയിലും എനിക്ക് 2 ഫ്ലാറ്റ് തരണം, പ്ലസ് എനിക്ക് എൻ്റെ 4 കാർ നിർത്താനുള്ള സ്ഥലം തരണം എന്നൊക്കെ ഞാൻ പറഞ്ഞേക്കാം. ഇതിനെയാണ് TDR എന്ന് പറയുന്നത്. ഈ ഡെവലപ്മെന്റൽ റൈറ്റ്സ് ശോഭ സിറ്റിക്ക് വേണമെങ്കിൽ വേറെ കോൺഫിഡന്റ് ഗ്രൂപ്പിനോ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിനോ അത് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ TDR അല്ലെങ്കിൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്, അഡീഷണൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്, ഇതൊക്കെ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഡെവലപ്മെന്റ് റൈറ്റ്സ് ഇൻക്ലൂഡിങ് FSI. സപ്ലയർ ആരുമാകട്ടെ, റെസിപ്പിയന്റ് ആരായിരിക്കണം? പ്രൊമോട്ടർ ആയിരിക്കണം. അതിലെന്ത് ചെയ്യും? ആ ഒരു പ്രൊജക്ട് കൺസ്ട്രക്ട് ചെയ്യാനാണെങ്കിൽ പ്രൊമോട്ടറാണ് GST അടയ്ക്കേണ്ടത്. ലോങ് ടേം ലീസ് ഓഫ് ലാൻഡ്, 30 വർഷത്തിൽ കൂടുതലുള്ള ലോങ് ടേം ലീസ്, 30 വർഷമോ അതിൽ കൂടുതലോ ഉള്ള ലോങ് ടേം ലീസ് ഓഫ് ലാൻഡ്. സർവീസ് ലോങ് ടേം ലീസ് ഓഫ് ലാൻഡ് ആണ്. സപ്ലയർ ആരുമാകാം. റെസിപ്പിയന്റ് ആരാണ്? പ്രൊമോട്ടർ ആയിരിക്കും. സോ കൺസിഡറേഷൻ, അപ്ഫ്രണ്ട് പ്രീമിയം, സലാമി. സലാമി എന്ന് പറഞ്ഞാൽ എന്താണ്? സലാമി എന്ന് പറഞ്ഞാൽ ടോക്കൺ അഡ്വാൻസ് എന്നൊക്കെ പറയുന്നതാണ് സലാമി. സലാം നമ്മൾ കണ്ടിട്ട് ആൾക്കാർ ശരി പോവാണ്, ഈ പൈസ വെച്ചോളൂ, ഞാനത് വാങ്ങിക്കോളാം, അതാണ് സലാമി എന്ന് പറയുന്നത്. ഡെവലപ്മെന്റൽ ചാർജസ് അല്ലെങ്കിൽ പീരിയോഡിക്കൽ റെന്റ് ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്രൊമോട്ടറാണ് അത് അടയ്ക്കേണ്ടത്. ഇനി ഒരു ഡയറക്ടർ കൊടുക്കുന്ന സർവീസിന്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ചെയ്തോണം. ഡയറക്ടർ ആരാണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്പനി ലോ പ്രകാരം. ഡയറക്ടർ ആണ് സപ്ലയർ, റെസിപ്പിയന്റ് ആരാണ്? കമ്പനി അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ആണ്. ഈ ഡയറക്ടറുടെ എല്ലാ സർവീസും, വാട്ട് എവർ സർവീസസ് ആർ ബീൻ ഗിവൺ ബൈ ദ ഡയറക്ടർ, അത് മുഴുവൻ എന്തിലാണ്? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ് വരുന്നത് കേട്ടോ. Then അടുത്തത് സർവീസസ് ബൈ എൻ ഇൻഷുറൻസ് ഏജന്റ്. ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ സർവീസ്. സപ്ലയർ ആരാണ്? ഇൻഷുറൻസ് ഏജന്റ് ആണ്. റെസിപ്പിയന്റ് ആരാണ്? പേഴ്സൺ ക്യാരിങ് എൻ ഇൻഷുറൻസ് ബിസിനസ്. ആരാണോ ഇൻഷുറൻസ് ബിസിനസ് നടത്തുന്നത്, ഇൻഷുറൻസ് കമ്പനി. ആരാ GST കളക്ട് ചെയ്ത് അടയ്ക്കുക? ഇൻഷുറൻസ് കമ്പനി GST കളക്ട് ചെയ്ത് അടയ്ക്കും അല്ലെ? അവരാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക, അവർ തന്നെ RCM മെക്കാനിസത്തിൽ അവരടയ്ക്കും. സർവീസസ് ബൈ റിക്കവറി ഏജന്റ്. ആരാ റിക്കവറി ഏജന്റ്? നിങ്ങളുടെ സാധനം റിക്കവർ ചെയ്യുന്ന ആൾക്കാർ. അതായത് നിങ്ങൾ ഏതെങ്കിലും കോൺഫിസ്കേറ്റ് അല്ലെങ്കിൽ ലോൺ തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലോണിന്റെ അസറ്റ് ഏതാണോ അത് പിടിച്ചെടുക്കാൻ അവകാശപ്പെട്ട ആളാണ് റിക്കവറി ഏജന്റ്. സോ റിക്കവറി ഏജന്റ് ആണ് സപ്ലയർ. റെസിപ്പിയന്റ് ആരാണ്? ബാങ്ക് ആണ്. ഇപ്പൊ ഞാനൊരു ബാങ്കിന് വേണ്ടി ഒരു കാർ റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻവോയ്സ് അടയ്ക്കുന്ന ആരായിരിക്കും? ബാങ്ക് ആയിരിക്കും. GST അടയ്ക്കണം, ബാങ്ക് ആണ് അടയ്ക്കേണ്ടത്. അതിനെ പറഞ്ഞ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു ബാങ്കിന് വേണ്ടിയിട്ടോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടോ NBFCക്ക് വേണ്ടിയിട്ടോ റിക്കവറി ഏജൻസി വർക്ക് നടത്തുന്നുണ്ടെങ്കിൽ ആ റിക്കവറി ഏജന്റിന് വേണ്ടി ഇൻവോയ്സ് അടിച്ച് ടാക്സ് അടയ്ക്കുന്നത് ആരാണ്? ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ NBFC. ഇതിനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് സർവീസസ് ബൈ ഓതർ ടു പബ്ലിഷർ. ഞാനൊരു ഓതറാണ്, എനിക്കൊരു കോപ്പിറൈറ്റ് ഉണ്ട്, ഞാനൊരു പബ്ലിഷർക്ക് അത് കൊടുക്കുന്നു എങ്കിൽ അതിന്റെ ഇൻവോയ്സ് ആരാ അടിക്കേണ്ടത്? പബ്ലിഷറാണ് അടിക്കേണ്ടത്. ആ പബ്ലിഷർ എന്ത് ചെയ്യണം? അതിന്റെ GST എന്നിൽ നിന്ന് കളക്ട് ചെയ്യാതെ തന്നെ ആ GST ആർക്ക് അടയ്ക്കണം? അത് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതാണ്. എക്സെപ്ഷൻ, ഫോർവേഡ് ചാർജ് അലൗഡ് ഇഫ് ഓതർ ഈസ് രജിസ്റ്റേർഡ്. ഇനി ഫോർവേഡ് ചാർജ് ഉണ്ടാവും എപ്പോഴാണ്? ഓതർ രജിസ്റ്റേർഡ് ആണെന്ന് കൂട്ടുക. അപ്പൊ സാധാരണ കേസിൽ ഞാനൊരു ബുക്ക് എഴുതി, ആ ബുക്കിന്റെ മുകളിൽ എനിക്ക് GST നമ്പർ ഇല്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരടയ്ക്കണം? RCML ആണ്. പക്ഷെ എനിക്കൊരു ബുക്കുണ്ട്, ഞാനൊരു ഓതറാണ്, ഞാൻ DC ബുക്സ് ആണ്, ഞാനൊരു പുസ്തകം എനിക്ക് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്. ഈ അവകാശം ഞാൻ ആർക്ക് കൊടുക്കുന്നു? ഞാൻ പെൻഗ്വിൻ ബുക്സിന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓതർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഓണർ എന്ന് പറയുന്നത് ടാക്സബിൾ പേഴ്സൺ ആണ്. അപ്പൊ അവിടെ എന്താണ്? ഡയറക്റ്റ് ടാക്സേഷൻ ആണ് അപ്ലൈ ചെയ്യുക. ഓതർ നോൺ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ RCM അപ്ലൈ ചെയ്യും. ഓതർ ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഫോർവേഡ് മെക്കാനിസം അപ്ലൈ ചെയ്യും. Then കോപ്പിറൈറ്റ് സർവീസസ്, അതായത് ആർട്ട്, ഫോട്ടോഗ്രാഫി എക്സെട്ര, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആരാണ്? ഓതർ, കമ്പോസർ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ് ആൾ സർവീസ് കൊടുക്കുന്നു. ആ സർവീസ് വാങ്ങുന്ന ആള് രജിസ്റ്റേർഡ് ആണ്, കൊടുക്കുന്ന ആള് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ആരടയ്ക്കേണ്ടത്? RCM മെക്കാനിസത്തിൽ അടയ്ക്കണം. കോപ്പിറൈറ്റ് സർവീസ് ആണെങ്കിലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. Then സർവീസസ് ബൈ RBI ഓവർസീയിങ് കമ്മിറ്റി മെമ്പേഴ്സ്. സപ്ലയർ മെമ്പേഴ്സ് ഓഫ് RBI ഓവർസീയിങ് കമ്മിറ്റി. നമ്മുടെ RBIയുടെ ഓവർസീയിങ് കമ്മിറ്റി ഉണ്ട്. അവർ കൊടുക്കുന്ന സർവീസ്, അതായത് ബാങ്കുകളെ ശ്രദ്ധിക്കാൻ വേണ്ടി അവർ നമ്മൾ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി RBI ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സർവീസ് കൊടുക്കുന്നു. അപ്പൊ റെസിപ്പിയന്റ് ആരാണ്? RBI ആണ്. സോ ടാക്സ് ആരടയ്ക്കേണ്ടത്?
RBI ആണ് ഇൻവോയ്സ്. RBI ഓവർസീയിങ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റിന്റെ മുകളിൽ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പേയ്മെന്റിന്റെ മുകളിൽ RBI ആണ് റെസിപ്പിയന്റ്. സർവീസ് ഇസ് റിസീവ്ഡ് ബൈ ദ RBI, സോ RBI ഹാവ് ടു പേ ദ ടാക്സ്. സപ്ലൈ ഓഫ് സർവീസസ് ബൈ ട്രാൻസ്ഫർ പെർമിറ്റിംഗ് ദ യൂസ്. അടുത്തത് ഒരു ഓവർസീയിങ് കമ്മിറ്റി റിസർവ് ബാങ്കിന് കൊടുക്കുന്ന സർവീസ് ആണെങ്കിൽ അതിൽ ആ ഓവർസീയിങ് കമ്മിറ്റിക്ക് കൊടുക്കുന്ന പേയ്മെന്റിന്റെ മുകളിൽ GST അടയ്ക്കേണ്ടത് റിസർവ് ബാങ്ക് ആണ്. അടുത്തത് ഡയറക്ട് സെല്ലിംഗ് ഏജന്റ്, DSA. എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ? സാധനങ്ങളൊക്കെ നേരിട്ട് അല്ലെ, അതായത് B2C എന്നാണ് നമുക്ക് പറയാം. കമ്പനിയിൽ നിന്ന് നേരെ കസ്റ്റമർക്ക് ഇന്റർമീഡിയറി ഇല്ലാതെ വിൽക്കുന്ന ആൾക്കാരാണ് ഡയറക്ട് സെല്ലിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലയർ ആരാണ്? ഇൻഡിവിജ്വൽ DSA ആണ് സപ്ലൈ ചെയ്യുന്നത്. റെസിപ്പിയന്റ് ഡയറക്ട് സെല്ലിംഗ് ഏജന്റ്, ഇത് ബാങ്കാണ് കണക്കാക്കുന്നത്. ബാങ്കാണ് അതിന്റെ സർവീസ് റെസിപ്പിയന്റ്. ഇപ്പൊ ഞാനൊരു ലോൺ ഡോക്യുമെന്റ് വിൽക്കുകയാണ്, ലോൺ ഇൻസ്ട്രുമെന്റ് വിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഹൗസിംഗ് ലോൺ വിൽക്കുകയാണ്. അപ്പൊ ഞാൻ ബാങ്കിന്റെ ഒരു ഏജന്റ് ആണ്. ഞാൻ ആ ഇൻസ്ട്രുമെന്റ് വിൽക്കുന്ന സമയത്ത് ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? എനിക്ക് വിൽക്കുന്നതിന് ഒരു ചാർജ് തരില്ലേ? ആ സർവീസ് കിട്ടിയത് ആർക്കാണ്? ബാങ്കിനാണ്. അപ്പൊ ബാങ്കാണ് ഇൻവോയ്സ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് എനിക്ക് തരുന്ന എമൗണ്ടിന് മുകളിൽ GST അടയ്ക്കേണ്ടത് ആരാണ്? ബാങ്കാണ്. ഞാനൊരു ഹൗസിംഗ് ലോൺ വിറ്റാൽ എനിക്ക് 10,000 രൂപ തരും. ഓക്കെ, ഞാനൊരു ഹൗസിംഗ് ലോൺ സാരണിക്ക് വിറ്റു. അപ്പൊ എനിക്ക് എത്ര കിട്ടണം? 10,000 രൂപ തരണം. പക്ഷേ ഈ സർവീസ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ബാങ്കിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാനാണോ ഇൻവോയ്സ് അടയ്ക്കേണ്ടത്? ബാങ്കാണ് ഇൻവോയ്സ് അടയ്ക്കുക. ബാങ്ക് ഇൻവോയ്സ് അടയ്ക്കും. ഇതിനെ പറഞ്ഞ പേരെന്താണ്? റിവേഴ്സ് ചാർജ് മെക്കാനിസം. ബിക്കോസ് ഐ എം നോട്ട് എ ടാക്സ് പെയർ. ഇൻഡിവിജ്വൽ എംപ്ലോയീസോ ഇൻഡിവിജ്വൽ ഏജൻസോ ടാക്സ് പെയർ ആകണമെന്നില്ല. സോ ഇഫ് ഐ എം an unregistered taxpayer and they are the only registered taxpayer, they have to pay tax. This is RCM. ഇനി ഞാനൊരു രജിസ്റ്റർഡ് ടാക്സ് പെയർ ആണെങ്കിലോ? ഡയറക്ട് ഫോർവേഡ് മെക്കാനിസം. സിമ്പിൾ ആണോ? റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ്? ദ റെസിപ്പിയന്റ് ഈസ് ആരാണോ ആ സപ്ലൈ റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരിൽ നിന്നാണോ സപ്ലൈ വാങ്ങുന്നത്, അയാൾ എന്തല്ല ടാക്സ് രജിസ്റ്റേർഡ് അല്ല. ആർക്കാണോ കിട്ടുന്നത് അയാൾ ടാക്സ് രജിസ്റ്റേർഡ് ആണെങ്കിൽ കിട്ടുന്ന ആൾ എന്ത് ചെയ്യണം? ഇത് ടാക്സ് RCM മെക്കാനിസത്തിൽ അടച്ചേക്കണം. ഇത്രയേ ഉള്ളൂ. രണ്ടുപേരും ടാക്സ് രജിസ്റ്റേർഡ് ആണെങ്കിലോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. Then services provided by business facilitator to banking company. ഒരു ബിസിനസ്, നിങ്ങളുടെ ബാങ്കിന് വേണ്ടി ബിസിനസ് ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാങ്കാണ് അടയ്ക്കേണ്ടത്. ബിസിനസ് ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ചെറിയ ഓഫീസുകളുണ്ട്, അവിടെ ഇവിടെ ഓഫീസ് ഉണ്ടാവില്ലേ? ആ സർവീസ് ഒക്കെ ആർക്കാണ് കിട്ടുന്നത്? ആക്ച്വലി ബാങ്കിനല്ലേ കിട്ടുന്നത്. സോ ദ ബാങ്ക്, ഇവർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടാകണമെന്നില്ല. ഇവർക്ക് കൊടുക്കുന്ന പേയ്മെന്റിന് മുകളിൽ GST ആരടയ്ക്കും? ബാങ്ക് അടയ്ക്കും. അടുത്ത എന്താണ്? സർവീസസ് ബൈ BC ഏജന്റ്, ബിസിനസ് കറസ്പോണ്ടന്റ് ഏജന്റ്. അങ്ങനെയാണെങ്കിലും അത് ആരാണ്? ബാങ്കാണ് അടയ്ക്കേണ്ടത്. അല്ലെ, സപ്ലയർ ഏജന്റ് ഓഫ് ദ ബിസിനസ് കറസ്പോണ്ടന്റ്. ഒരു ബിസിനസ് കറസ്പോണ്ടന്റിന്റെ ഏജന്റ് ബിസിനസ് കറസ്പോണ്ടന്റിന് വർക്ക് കൊടുക്കുകയാണെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. ദെൻ 14 സെക്യൂരിറ്റി സർവീസ്, സപ്ലൈ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇപ്പൊ ഇതിൽ 2 എണ്ണമാണ് ഇമ്പോർട്ടന്റ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറും ഈ സെക്യൂരിറ്റി പേഴ്സണലും. ഇതൊക്കെ പല പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലോണ്ട് പറഞ്ഞതാണ്. സെക്യൂരിറ്റി സർവീസ്, ഒരു സെക്യൂരിറ്റി പേഴ്സണിനെ കൊടുക്കുന്ന സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയുണ്ട്. അതിൽ സപ്ലയർ എനി പേഴ്സൺ അതാണ് ബോഡി കോർപ്പറേറ്റ്, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതായത് ഈ നിങ്ങൾക്ക് സെക്യൂരിറ്റി സർവീസുകൾ തരുന്ന ഒരു കമ്പനിയുണ്ട്, അവർ അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? GST അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് സർവീസ് തരുന്ന ആള് രജിസ്റ്റേർഡ് ആണെങ്കിലോ ഫോർവേഡ് ചാർജ് മെക്കാനിസം ആണ്. നിങ്ങൾക്ക് സെക്യൂരിറ്റി സർവീസ് തരുന്ന ഒരു കമ്പനിയുണ്ട്, ആ കമ്പനി അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ യു ഹാവ് ടു പേ ടാക്സ്. അവർ രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, ഡയറക്ട് മെക്കാനിസം ആണ്. Then, not applicable if recipient is government department registered only for TDS and composition taxpayer. ഇനി ഇത് ആർക്ക് അപ്ലിക്കബിൾ അല്ല? ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനും അപ്ലിക്കബിൾ അല്ല, അതുപോലെ തന്നെ കോമ്പോസിഷൻ ടാക്സ് പെയർക്കും അപ്ലിക്കബിൾ അല്ല. റെന്റിങ്, അവർ രണ്ടുപേർക്കും ടാക്സ് കളക്ട് ചെയ്ത് അടയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. Then, renting of motor vehicle. ആൾക്കാരെ കൊണ്ടുപോകുന്ന പാസഞ്ചർ വെഹിക്കിൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ റെന്റിംഗ് ഓഫ് പാസഞ്ചർ വെഹിക്കിൾ. സപ്ലയർ എനി പേഴ്സൺ അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് അല്ലാത്ത ഒരാളാണ് സപ്ലയർ. റെസിപ്പിയന്റ് ഒരു ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ആണ് GST അടയ്ക്കേണ്ടത്. ഫ്യൂൽ കോസ്റ്റ് ഇൻക്ലൂഡഡ് ആൻഡ് സപ്ലയർ നോട്ട് ചാർജിങ് 12% GST. അത് നമുക്കൊന്നുകൂടി നോക്കാം. Services provided by way of renting of any motor vehicle designed to carry passenger where the cost of fuel is included in the consideration charged on the service recipient provided the body corporate. അതായത് നമ്മൾ ഒരാളെ വണ്ടിയിൽ ഒരാളിപ്പം 16 രൂപ ഒരു കിലോമീറ്ററിന് ഞാൻ ഈ വണ്ടി കൊണ്ടുവരാന്ന് പറയുകയാണെങ്കിൽ അതിൽ ഫ്യൂൽ കോസ്റ്റും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ നിങ്ങൾ ആൾക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ ചാർജ് ചെയ്യുന്ന പൈസ അത് ഫ്യൂൽ കോസ്റ്റും കൂടെ ചേർന്ന് ചാർജ് ചെയ്യുന്ന പൈസയാണ് എന്ന് കരുതുക. അതിന് സർവീസ് റിസീവ് ചെയ്യുന്ന ആൾക്കാർ ബോഡി കോർപ്പറേറ്റ് അല്ല, പക്ഷെ
സർവീസിന്റെ ഒറിജിനൽ എന്താണ് സപ്ലയർ ബോഡി കോർപ്പറേറ്റ് അല്ല, റിസീവ് ചെയ്യുന്ന ആള് ബോഡി കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാളാണ് പൈസ അടയ്ക്കേണ്ടത്. ഫ്യൂൽ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സപ്ലയർ അത് ചാർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 12% GST ആണ് അടയ്ക്കേണ്ടി വരിക. ഫ്യൂൽ കോസ്റ്റ് അതിൽ ഇൻക്ലൂഡഡ് ആണ്, സപ്ലയർ ആ ഫ്യൂൽ കോസ്റ്റിന് അഡീഷണൽ ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ GST സ്ട്രേറ്റ് 12%, 12% ആണ് GST. ലെൻഡിങ് ഓഫ് സെക്യൂരിറ്റീസ് എന്താണ്? സെക്യൂരിറ്റികൾ കടം കൊടുക്കുക. എന്താ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാല്? ഏതാ സെക്ഷൻ? ഹരി പറയൂ. സെക്യൂരിറ്റീസിന്റെ സെക്ഷൻ ഡെഫിനേഷൻ ഏത് ആക്ട് ആവും? ശരി ഹരി, ഏത് ആക്ട് ആവും സെക്യൂരിറ്റീസിന്റെ സെക്ഷൻ? സ്ക്രായിലാണ് സെക്യൂരിറ്റി, കമ്പനിയിലല്ല. വെരി ഗുഡ്. ഏതാവും സെക്ഷൻ? ആർക്കാ പറയാൻ പറ്റാ? സെക്ഷൻ 2 സബ്സെക്ഷൻ H സ്ക്രാ. ഉറക്കത്തിലൂടെ മറക്കാൻ പാടില്ല ഇതൊന്നും. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ ഏറ്റവും ട്രാപ്പിംഗ് സെക്ഷൻ ആണിത് കേട്ടോ. സോ ഓരോ കമ്പനികളെയൊക്കെ നശിപ്പിച്ച സെക്ഷനാണ് സെക്ഷൻ 2H. സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെബി നിങ്ങൾക്ക് അതൊരു ആക്ഷൻ എടുക്കും. സെക്ഷൻ 2 സബ്സെക്ഷൻ H സ്ക്രാ. അപ്പോൾ ലെൻഡിങ് ഓഫ് സെക്യൂരിറ്റീസ്, സെബി ഏതെങ്കിലും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സ്കീം പ്രകാരം സെക്യൂരിറ്റികൾ ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്ലയർ ആരാണ്? ലെൻഡർ ആണ്. റെസിപ്പിയന്റ് ആരാണ്? ബൊറോവർ ആണ്. ദ ബൊറോവർ ഹാവ് ടു എന്ത് ചെയ്യണം? ഹി ഹാവ് ടു പേ GST. അയാളാണ് GST അടയ്ക്കേണ്ടത്. ഇത് സെബിയുടെ സെക്യൂരിറ്റീസ് ലെൻഡിങ് സ്കീം പ്രകാരമുള്ള സെക്യൂരിറ്റീസ് ലെൻഡിങ്ങിലുള്ളതാണ്. ദെൻ സർവീസസ് അണ്ടർ RCM, IGST ആക്ട് മാത്രം വരുന്ന ചില സ്കീമുകളാണ് പറയുന്നത്. സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഈസ് കവേർഡ് അണ്ടർ IGST ആക്ട് ഓൺലി. സർവീസസ് അണ്ടർ RCM IGST ആക്ടിൽ മാത്രമാണ് പറയുന്നത്. ഇമ്പോർട്ട് ഓഫ് സർവീസസ്, അതായത് സർവീസസ് അണ്ടർ RCM IGST ആക്ട് ഓൺലി. IGST ആക്ട് മാത്രമാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. സർവീസസ് അണ്ടർ റിവേഴ്സ് ചാർജ് ഈസ് കവേർഡ് അണ്ടർ IGST ആക്ട് 2017 ഓൺലി. ക്ലിയർ ആണ്? സർവീസസ് എന്തെങ്കിലും സർവീസുകൾ RCM കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് IGST ആക്ട് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. ഇമ്പോർട്ട് ഓഫ് സർവീസസ്, സപ്ലയർ ആരാണ്? നോൺ ടാക്സബിൾ ടെറിട്ടറിയിലെ ഒരു സപ്ലയർ ആണ്. റെസിപ്പിയന്റ് ടാക്സബിൾ ടെറിട്ടറിയിലാണെങ്കിൽ ടാക്സബിൾ ടെറിട്ടറിയിലെ റെസിപ്പിയന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? സർവീസ് അതിന്റെ ടാക്സ് കളക്ട് ചെയ്ത് അടയ്ക്കേണ്ടത്. അമേരിക്കയിലെ ഒരു കമ്പനി അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി നമുക്ക് OIDAR സർവീസ് തരുന്നു. ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ ആക്സസ് ആൻഡ് റിട്രീവൽ സർവീസ് നമുക്ക് തരുന്നു. ഓക്കെ, നമ്മൾ ആ സർവീസ് വാങ്ങുന്നു. ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? നമ്മളാണോ ഫേസ്ബുക്ക് ആണോ? ആരാ അടയ്ക്കണ്ടേ? നമ്മള്, റെസിപ്പിയന്റ് ഓഫ് സർവീസ് അല്ലെ. അതായത് ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറി, ടാക്സ് ചെയ്യാത്ത, നമുക്ക് ടാക്സ് ചെയ്യാൻ പറ്റാത്ത ടെറിട്ടറിയിൽ താമസിക്കുന്ന ആള് ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ഒരാൾക്ക് ഒരു സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിപ്പിയന്റ് ആരാണ്? ടാക്സബിൾ ടെറിട്ടറിയിലെ ആള്. ആ ടാക്സബിൾ ടെറിട്ടറിയിലെ ആളാണ് എന്ത് ചെയ്യേണ്ടത്? അതിന്റെ ടാക്സ് കളക്ട് ചെയ്ത് അടയ്ക്കാൻ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാനുള്ള ഉത്തരവാദിത്തം. ഓഷ്യൻ ഫ്രൈറ്റ്. എന്താണ് ഓഷ്യൻ ഫ്രൈറ്റ്? നമ്മള് സപ്ലയർ പേഴ്സൺ ഇൻ നോൺ ടാക്സബിൾ ടെറിട്ടറി, നോൺ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ഒരു വ്യക്തി ഇന്ത്യയിലുള്ള ഒരു ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യുന്നു? ഫ്രൈറ്റ് ചാർജ് ചെയ്യുന്നു. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിലെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഫ്രൈറ്റ് ചാർജ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കും? അതിന്റെ ടാക്സ് ആരടയ്ക്കണം? ഇന്ത്യയിലുള്ള ആള് ആ ഫ്രൈറ്റിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണം. ചില എക്സ്പ്ലനേഷൻസ് ഇവിടെ എവിടെയെങ്കിലും LLP എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കും? അതിനെ പാർട്ട്ണർഷിപ്പ്, LLP ട്രീറ്റഡ് ആസ് പാർട്ട്ണർഷിപ്പ് ഫോം. ഇതിനെ പാർട്ട്ണർഷിപ്പ്, കാരണം പല നിയമങ്ങളിലും ഇപ്പോഴും എന്താണ് LLP എന്നുള്ള വാക്ക് വന്നിട്ടില്ല. അപ്പോൾ LLP എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്റർചേഞ്ചബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. Then the person who pays or liable to pay freight for the transportation of goods by road in goods carriage located in the taxable territory shall be treated as the person who received the service. ഇനി ബൈ റോഡാണ് സാധനങ്ങൾ കിട്ടുന്നത് എങ്കിൽ പോലും വേറൊരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്നും ടാക്സബിൾ ടെറിട്ടറിയിലേക്ക് ബൈ റോഡ് സാധനം കിട്ടുകയാണെങ്കിൽ പോലും ആ സർവീസ് സാധനം കിട്ടുന്ന ആളാണ് റെസിപ്പിയന്റ് ആയിട്ട് കണക്കുക. അയാളാണ് GST അടയ്ക്കേണ്ടത്. ബോഡി കോർപ്പറേറ്റിന്റെ സെക്ഷൻ എത്രയാ സംയുക്ത? സെക്ഷൻ ഏതാ ബോഡി കോർപ്പറേറ്റിന്റെ? സബ്സെക്ഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ
10, 11, 12. സെക്ഷൻ 2 സബ്സെക്ഷൻ 10, 11, 12 ഏതാ? 12, 11. സെക്ഷൻ 2 സബ്സെക്ഷൻ 11 ഏതാ ആക്ട് ആണോ? ഓക്കെ. സെക്ഷൻ 2 സബ്സെക്ഷൻ 11 അതാണ് ബോഡി കോർപ്പറേറ്റിനെ പറയുന്നത്. അപ്പൊ ബോഡി കോർപ്പറേറ്റ് എന്ന വാക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് സെക്ഷൻ 2 സബ്സെക്ഷൻ 11 പ്രകാരമുള്ള ബോഡി കോർപ്പറേറ്റ് ആണ്. ദെൻ LLP എന്ന് എവിടെയെങ്കിലും പറയുന്നെങ്കിൽ പാർട്ണർഷിപ്പ് ആണ്. പ്രൊമോട്ടർ, പ്രൊജക്ട്, REP, RREP മീനിങ് റെറ, റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾ, RREP ഇതൊക്കെ ആണെങ്കിൽ റെറ ആക്ടിൽ പറഞ്ഞു. പ്രൊമോട്ടർ, പ്രൊജക്ട് ഇതൊക്കെ എവിടെയാണ്? റെറ ആക്ട്. എന്താ റെറ? എന്താണ്? റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട്. അതാണ് റെറ അല്ലേ? ആ റെറ നമുക്ക് പഠിക്കാനുണ്ട്. അതിലുള്ളതാണ്. FSI എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോർ ഏരിയ ടു ലാൻഡ് ഏരിയ. എത്രയാണ്? ഒരു വലിയൊരു ലാൻഡ് ഉണ്ട്, അതിൽ എത്രയാണ് നമ്മൾ ബിൽഡിംഗ് കെട്ടുന്നത്, അതിന്റെ ഫ്ലോർ ഏരിയ ആണ് FSI എന്ന് പറയുന്നത്. ദെൻ ലീഗൽ സർവീസസ് റെസിപ്പിയൻ ട്രീറ്റഡ് ആസ് ബിസിനസ് എൻറ്റിറ്റി. ഒരാൾക്ക് ഒരു ലീഗൽ സർവീസ് കിട്ടുകയാണെങ്കിൽ അയാളെ എന്തായിട്ടാണ് കണക്കാക്കുക? ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കും. ഫ്രൈറ്റ് റെസിപ്പിയൻ, പേഴ്സൺ പേയിങ് ദ ഫ്രൈറ്റ്. ആരാണ് ഫ്രൈറ്റ് റെസിപ്പിയൻ എന്ന് പറഞ്ഞാൽ ആരാണോ ഫ്രൈറ്റ് കൊടുക്കുന്നത് അയാൾക്കാണ് ഫ്രൈറ്റ് കിട്ടിയതായി കണക്കാക്കി ടാക്സ് ചെയ്യുക. ദെൻ പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇതിനെയൊക്കെ ഗവൺമെന്റ് ആയിട്ട് കണക്കാക്കും. പാർലമെന്റ്, സ്റ്റേറ്റ് രജിസ്ട്രേഷനൊക്കെ നമ്മൾ എന്തായി കണക്കാക്കും? ഇതിനെയൊക്കെ നമ്മൾ ഗവൺമെന്റ് ആയിട്ട് കണക്കാക്കും. ഇതിൽ കുറെ അധികം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ബാക്കിയൊക്കെ ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. ഓക്കെ. സെക്ഷൻ 9(4) എന്താ പറയണത്? RCM ഓൺ സപ്ലൈസ് ഫ്രം അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നും സപ്ലൈ കിട്ടുകയാണെന്നെങ്കിൽ RCM on goods and services falling under RCM if supplies are made to a registered person by an unregistered person. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇത് ചെയ്യും. ഏതൊക്കെ രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ ഇതിന്റെ GST അടയ്ക്കേണ്ടത്, അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏതൊക്കെ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഇതിന്റെ ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യും. സ്പെഷ്യൽ പ്രൊവിഷൻ എന്തിനെ കുറിച്ചാണ് പറയണത്? റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടിനെ കുറിച്ച് പ്രൊമോട്ടർ മസ്റ്റ് പർച്ചേസ് മിനിമം 80% ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് സർവീസ് ഫ്രം രജിസ്റ്റേർഡ് സപ്ലയേഴ്സ് ഓൺലി. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നോട്ടിഫിക്കേഷൻ പറയാണ്. 2019 നോട്ടിഫിക്കേഷൻ ആണ്. ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആള്, സാധാരണ റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും വലിയ കള്ളത്തരം എന്താ ഉണ്ടാവുക? ഫുൾ ആയിട്ട് ആരെന്ന് വാങ്ങും? അൺരജിസ്റ്റേർഡ് പേഴ്സൺ വാങ്ങും. എന്നിട്ട് ഇതിന് ഇത്ര വിലയായി അല്ലെങ്കിൽ ഇത്രേ വിലയായുള്ളൂ എന്ന് നമ്മൾ കാണിക്കും. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ കള്ളപ്പണം ഉണ്ടാക്കുന്നതിനോ നമ്മൾ എന്ത് ഉപയോഗിക്കാം? റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട് ഉപയോഗിക്കാം. ആരെങ്കിലും വീട് അടുത്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ വെച്ചിട്ടുണ്ട്. ഈ വീട് വെക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് മുഴുവനും പേയ്മെന്റ് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക. സിമെന്റ് വാങ്ങിയ ബില്ലുണ്ടാവില്ല, കമ്പി വാങ്ങിയതിന് ബില്ലുണ്ടാവില്ല, മരം വാങ്ങിയതിന് ബില്ലുണ്ടാവില്ല. പിന്നെ അർത്ഥം എന്താണ്? ഇതൊക്കെ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് നമ്മൾ വാങ്ങുന്നത്. അങ്ങനെയാണ് ഇതിന് കണക്കാക്കുക. ഇഫ് യു ആർ നോട്ട് കീപ്പിംഗ് ദ ബിൽ, യു ആർ ബൈയിങ് ഫ്രം അൺരജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ അത് തെറ്റാണ്. നമ്മൾ വലിയൊരു ശോഭാ സിറ്റിയെ പോലെയുള്ള വലിയ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാട്ട് ദേ ഹാവ് ടു ഡു? അവരുടെ സാധനത്തിന്റെ 80% ഇൻപുട്ട് സർവീസ് ആകട്ടെ, ഇൻപുട്ട് ആകട്ടെ, അതിന്റെ 80% അവർ ആരിൽ നിന്ന് വാങ്ങണം? അവര് റെഗുലേഷൻസ് ആണ്. അവർ രജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റൂ. മാക്സിമം 20% മാത്രമാണ് അവരെന്ത് ചെയ്യാൻ പാടുള്ളൂ? അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വാങ്ങാൻ പറ്റുള്ളൂ. പ്രൊമോട്ടർ മസ്റ്റ് പർച്ചേസ് minimum 80% of the input or input service from registered person only. If shortfall, ഇനി അതിനെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ the GST പ്രൊമോട്ടർ എന്തടക്കണം? RCM വഴി അതിന്റെ ബാലൻസ് എമൗണ്ട് GST ആരടക്കണം? ഗവൺമെന്റ് പ്രൊമോട്ടർ അടയ്ക്കേണ്ടതാണ്. ഇപ്പൊ നയന ഒരു ബിൽഡറാണ്. നയന ഒരു 100 അപ്പാർട്ട്മെന്റ് ഉള്ള ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾക്ക് വരുന്ന എന്തൊക്കെ സാധനങ്ങളും സർവീസുകളുമാണോ വാങ്ങുന്നത് അതിന്റെ 80% നിങ്ങൾ എന്തടയ്ക്കണം? നിങ്ങൾ രജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് വാങ്ങാൻ പാടൂ. അതിന്റെ അർത്ഥം നിങ്ങൾ ടാക്സ് കൊടുത്തിട്ടാണ് ആ സാധനം ഇൻവോയ്സ് കൊടുത്ത് വാങ്ങണം. മാക്സിമം 20% സാധനമാണ് നിങ്ങൾക്ക് അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വാങ്ങാൻ സമ്മതിക്കുന്നത്. 20% വരെ നിങ്ങൾക്ക് RCM വഴി ടാക്സ് അടയ്ക്കണ്ട. 20% നിങ്ങൾക്ക് അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വാങ്ങാം. പക്ഷെ 20%-ൽ കൂടുതൽ പണം സർവീസുകൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇവരിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ടിൽ നിങ്ങൾ RCM വഴി ടാക്സ് അടച്ചേ മതിയാവും. ഇപ്പോൾ നയന ഒന്നും പറയട്ടെ, നയന എൻ്റെ എക്സാമ്പിൾ പറയാം. 100 അപ്പാർട്ട്മെന്റ് പണിയെടുക്കുന്നു. നിങ്ങൾ 70% ബില്ല് വെച്ചിട്ടുണ്ട്.
ബാക്കി 30% അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്നാണ് വാങ്ങിയത്. അപ്പൊ എത്രയാ ഷോർട്ട് ഫാള്? 10%. ഈ 10% അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വാങ്ങിയാണെങ്കിലും RCM വഴി നിങ്ങൾ ഈ 10% സാധനങ്ങളുടെ മുകളിൽ, സർവീസിന്റെ മുകളിൽ GST അടക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടിന്റെ പ്രൊമോട്ടർ അവർ വാങ്ങുന്ന ഇൻപുട്ട് സർവീസ്, ഇൻപുട്ട് ഗുഡ്സിന്റെ 80% ടാക്സബിൾ പേഴ്സണിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ഷോർട്ട് ഫാൾ ഉണ്ടെങ്കിൽ ആ ഷോർട്ട് ഫാളിന്റെ മുകളിൽ RCM വഴി ടാക്സ് അടയ്ക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ഈ 80% കൂട്ടാതിരിക്കുക? ഒന്ന്, ഡെവലപ്മെന്റൽ റൈറ്റ് കൂട്ടില്ല, അത് ഈ 80% കൂട്ടില്ല, അതിൽ വാങ്ങുന്ന സർവീസ് ആയി കണക്കാക്കില്ല. ലോങ് ടേം ലീസ് ഓഫ് ലാൻഡ് കൂട്ടില്ല, FSA ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് കൂട്ടില്ല, ഇലക്ട്രിസിറ്റി കൂട്ടില്ല, ഹൈസ്പീഡ് ഡീസൽ കൂട്ടില്ല, പെട്രോൾ കൂടില്ല, നാച്ചുറൽ ഗ്യാസ് കൂടില്ല. അതായത് സ്ഥലം വാങ്ങുന്നതോ അല്ലെങ്കിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ധനത്തിന് ചെലവാക്കുന്ന പൈസയോ എന്ത് കണക്കാക്കില്ല? ഈ 80% കണക്കാക്കില്ല. അത് കുറച്ചിട്ടുള്ള 80% എന്നുണ്ടാവേണ്ടത്. അയാള് ഡെവലപ്മെന്റ് റൈറ്റ് വാങ്ങി, ലോങ് ടേം ലീസ് വാങ്ങി, ഇതൊന്നും എന്തിന് കണക്കാക്കില്ല? 80%. ഇതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള വാല്യൂ 80% ആയിരിക്കണം. ഇപ്പൊ ടോട്ടൽ ഇൻപുട്ട് സർവീസ് ഏതൊക്കെ വരില്ല? ഡെവലപ്മെന്റൽ റൈറ്റ് വരില്ല, ലോങ് ടേം ലീസ് വരില്ല, FSI വരില്ല, ഇലക്ട്രിസിറ്റി വരില്ല, ഹൈസ്പീഡ് ഡീസൽ വരില്ല, പെട്രോൾ വരില്ല, നാച്ചുറൽ ഗ്യാസ് വരില്ല. ബാക്കിയുള്ള സാധനങ്ങൾ മാത്രമേ 80% വരുള്ളൂ. ഇനി ഇതിൽ ചില എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ റെറയിൽ പറഞ്ഞിരിക്കുന്ന പ്രൊമോട്ടർ ആണ്. പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട്, RREP അല്ലെങ്കിൽ REP ആകാം. റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് റെറയിൽ പറഞ്ഞിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട് ആയിട്ട് കണക്കാക്കണം. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടോട്ടൽ ഏരിയയിൽ എത്രമാത്രം ബിൽഡിംഗ് ഫ്ലോർ ഏരിയ ഉണ്ടോ അതിനെയാണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കേസ് ലോ, ആചാര്യ ശ്രീ മഹാശ്രം ട്രസ്റ്റ് 2020 നടന്ന കേസാണ്. ഇവര് സ്വാമിമാര് എന്ത് നടത്തി? അവരൊരു ഒരു കൂട്ടായ്മ നടത്തി, എന്താണ് പറയാ, ഒരു കൺവെൻഷൻ നടത്തി. ഒരു കൺവെൻഷൻ നടത്തിയപ്പോൾ അവർ എന്ത് ചെയ്തു? അവിടെ വരുന്ന ആൾക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടി ടെമ്പററി ആയിട്ട് 2 BHK 2 ബെഡ്റൂം ഹാൾ കിച്ചൺ വീടുകൾ ഉണ്ടാക്കി. യൂണിറ്റ്സ് വിത്ത് കിച്ചൺ, ടോയ്ലറ്റ്, AC എക്സെട്ര. കിച്ചൺ, ടോയ്ലറ്റ്, AC ഒക്കെ അടക്കമുള്ള 2 BHK 2 BHK ടെമ്പററി ഫ്ലാറ്റുകൾ ഇവർ ഈ കൺവെൻഷന് വേണ്ടി അവിടെ വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി ടെന്റോ എന്താ കണക്കാക്കിക്കോ. ഇവർക്ക് അതുപോലെ തന്നെ ഇവർ എന്തും പ്രൊവൈഡ് ചെയ്തിരുന്നു? ഡോർമിറ്ററി ബെഡും പ്രൊവൈഡ് ചെയ്തിരുന്നു. ഡോർമിറ്ററി ബെഡ് എന്ന് പറഞ്ഞ അർത്ഥം വലിയൊരു ഹാളില് ബെഡുകളിട്ട് ആൾക്കാരോട് കടന്നോളാൻ പറഞ്ഞാൽ ഡോർമിറ്ററി ബെഡും പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ റിലീജിയസ് ഫംഗ്ഷൻ ആണ് ഇവർ കണ്ടക്ട് ചെയ്തിരുന്നത്. ഇത് ജൈന മതത്തിന്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. Advance Authority of Karnataka, Authority for Advance Ruling Karnataka held that appellant not renting out rooms but rather renting out units of accommodation comprising of 2 bedroom, hall, kitchen, restroom, toilet with facilities like water, electricity, cot, bed, pillow, bedsheet and air conditioner given out on rent. ഇവിടെ എന്താ പറഞ്ഞത്? അഡ്വാൻസ് അതോറിറ്റി പറഞ്ഞത് എന്താണ്? ഇയാൾ റൂമാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് GST ഇല്ല, അത് ടാക്സ് വളരെ കുറവാണ് അതിന് GST, അതുകൊണ്ട് തന്നെ അതിന് വളരെ കുറച്ച് ടാക്സേ കൊടുക്കണ്ടു. 1000 രൂപ വരെ റൂമിന് റെന്റിന് എന്തില്ല? GST ഇല്ല. അപ്പൊ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി റൂം വാടകയ്ക്ക് കൊടുക്കുകയാണ് എന്നായിരുന്നു ഈ സ്വാമിമാര് പറഞ്ഞത്. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് ഇതെന്തല്ല, ഇത് റൂം അല്ല വാടക, റിലീജിയസ് പർപ്പസിന് വേണ്ടി അവിടെ വരുന്ന ആൾക്കാർ താമസിക്കുന്നതിന് വേണ്ടി റൂമുകൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് GST ഇല്ല. എന്നാൽ ഇവിടെ റൂം അല്ല കൊടുത്തിരിക്കുന്നത്, പിന്നെന്താ കൊടുത്തിരിക്കുന്നത്? ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സംഷൻ ഇല്ല, GST കളക്ട് ചെയ്ത് അടച്ചേ മതിയാവും. നമ്മുടെ നാട്ടിൽ ഈ മരാമൻ കൺവെൻഷൻ, മാമാങ്കം, അങ്ങനത്തെ പല പരിപാടികൾ നടക്കാറുണ്ട്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ടെന്റുകൾ അടിച്ച് ആൾക്കാർക്ക് താമസിക്കാൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു റൂം അല്ലെങ്കിൽ ഡോർമിറ്ററി ബെഡൊക്കെയാണ് താമസിക്കാൻ കൊടുക്കുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതേസമയം ഫുൾ ഫെസിലിറ്റി ഉള്ള ഒരു വീട് പോലത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അത് GST ഉള്ളതാണ് എന്നാണ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ് കർണാടക പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് GST കളക്ട് ചെയ്യണം. 2 കാര്യങ്ങൾ മനസ്സിലായി. എന്തൊക്കെ മനസ്സിലായേ? ഒന്ന്, റിലീജിയസ് ഫംഗ്ഷന് വേണ്ടി റൂംസ് വാടകയ്ക്ക് കൊടുക്കുന്നതിന് GST ഇല്ല. 2, എന്താ മനസ്സിലായേ? റൂമിന് പകരം ഫുൾ ഫെസിലിറ്റി ഉള്ള റെസിഡൻഷ്യൽ യൂണിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് GST ഉണ്ട്. ഇതാണ് നമ്മൾ ഈ കേസിൽ നിന്ന് മനസ്സിലാക്കിയത്. ആചാര്യ ശ്രീ മഹാശ്രമൻ ട്രസ്റ്റ്. അടുത്തത് CMC വെല്ലൂർ അസോസിയേഷൻ. CMC അല്ലെ, CMC അറിയാലോ? ഏതാ വെല്ലൂരത്തെ CMC? എന്താ? ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂര്. ഭയങ്കര ഫേമസ് ആണ്. അയ്യോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്.
കേട്ടോ. ഇത് വെല്ലൂർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്, വളരെ അഡ്വാൻസ്ഡ് ഫെസിലിറ്റികളുള്ള ഹോസ്പിറ്റൽ. ഇന്നും ക്യാൻസറിനൊക്കെ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ അഡ്വാൻസ് ട്രീറ്റ്മെന്റിന് പോകാവുന്ന ഒരു ഹോസ്പിറ്റൽ ഏതാണ്? വെല്ലൂരാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയും ആൾക്കാർ. CMC വെല്ലൂർ അസോസിയേഷൻ 2020 കേസാണ്. ഹോസ്പിറ്റൽ സപ്ലൈഡ് മെഡിസിൻസ് ഇംപ്ലാന്റ്സ് കൺസ്യൂമബിൾ ടു ഇൻപേഷ്യൻസ്. അവിടെ താമസിച്ച് ചികിത്സ നേടുന്ന ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ആയിട്ട് താമസിച്ച് ചികിത്സ നേടുന്ന ആൾക്കാർക്ക് മരുന്നുകളും ഇംപ്ലാന്റുകളും ശരീരത്തിനുള്ളിൽ വെക്കുന്ന സാധനങ്ങളും കൺസ്യൂമബിൾസ് അവർക്ക് കഴിക്കാനുള്ള ഗുളികകളൊക്കെ ആര് കൊടുക്കുന്നു? ഈ ആശുപത്രി കൊടുക്കുന്നു. ഇത് ടാക്സബിൾ ആണോ എക്സംപ്റ്റ് ആണോ എന്നാണ് ചോദിച്ചത്. ഹെൽത്ത് കെയർ സർവീസസ് ഈസ് എ കോമ്പോസിറ്റ് സപ്ലൈ. ഹെൽത്ത് കെയർ സർവീസ് എന്ത് സപ്ലൈ ആണ്? കോമ്പോസിറ്റ് സപ്ലൈ ആണ്. ഈ മെഡിസിൻസും കൺസ്യൂമബിൾസും ഒക്കെ എന്താണ്? മരുന്നില്ലാതെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻസിഡന്റൽ ടു ട്രീറ്റ്മെന്റ് ആണ്. സോ എൻറ്റയർ സപ്ലൈ എക്സംപ്റ്റ് ഹെൽത്ത് കെയർ സർവീസസ് സീരിയൽ നമ്പർ 74 പ്രകാരം ഹെൽത്ത് കെയർ സർവീസ് പരിപൂർണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനും എക്സംപ്റ്റഡ് ആണ് എന്ന് ഡിസിഷൻ വന്നു. എന്താ തീരുമാനം വന്ന്? ഒന്നുകൂടി ഞാൻ പറയാം. വെല്ലൂർ മെഡിക്കൽ കോളേജ് അവരെന്ത് ചെയ്യുന്നു? അവര് ആൾക്കാർക്ക് ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കുന്നു. ഈ ഹെൽത്ത് കെയർ സർവീസിനോടൊപ്പം തന്നെ അവിടെ വന്ന് താമസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർക്ക് മരുന്നുകളും ഇംപ്ലാന്റുകളും കൺസ്യൂമബിൾസും സപ്ലൈ ചെയ്യുന്നു. ചോദ്യം ഇത് ടാക്സബിൾ ആണോ എന്നുള്ളതാണ്. ഇവിടെ ഇതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആണ്. മരുന്നുകളില്ലാതെ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റില്ല, കൺസ്യൂമബിൾസ് ഇല്ലാതെ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആണ്. കോമ്പോസിറ്റ് സപ്ലൈ എങ്ങനെ ടാക്സ് ചെയ്യുക? പ്രിൻസിപ്പൽ സപ്ലൈ ടാക്സ് ആണ്. പ്രിൻസിപ്പൽ സപ്ലൈ എന്താണ്? ഹെൽത്ത് കെയർ സർവീസ് ആണ്. എൻട്രി 74 പ്രകാരം അത് എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രിൻസിപ്പൽ സപ്ലൈ എത്രയാണ്? 0% ആണ്. സോ എല്ലാ സർവീസിനും ടാക്സ് ഇല്ല എന്നായിരുന്നു അവിടെ തീരുമാനമുണ്ടായത്. ഇസ് ഇറ്റ് ക്ലിയർ? ഈ CMC ഒക്കെ ചോദിക്കാവുന്ന ചോദ്യം കേട്ടോ, ചോദിക്കാവുന്നതാണ്. ഹെൽത്ത് കെയർ സർവീസ് എക്സംപ്റ്റഡ് ആണ്, അതാണ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ അതാണ് കോമ്പോസിറ്റ് സപ്ലൈ. ഒരു ആസ്പത്രി ചികിത്സ എന്ന് പറഞ്ഞാൽ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനോട് ചേർന്നതാണ്. അപ്പൊ അതെന്താണ്? എക്സംപ്റ്റഡ് ആണ് കേട്ടോ. ഹിയർ കംസ് ടു ദി എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററോട് അവസാനിച്ചു. നമ്മൾക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഏതാണത്? ടൈം വാല്യൂ ആൻഡ് സപ്ലൈ ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈ.